Hello, good morning. Yes, good morning once again. സുഖാണോ എല്ലാവർക്കും? സുഖമായിട്ടിരിക്കുന്നോ? യെസ്, നിങ്ങളുടെ സുഖം സന്തോഷമൊക്കെയാണ്, നമുക്കും സന്തോഷം തന്നെയാണ്. ഓക്കെ, നിങ്ങള് സുഖാണ്, പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ടൈപ്പ് ചെയ്തൊക്കെ കാണുന്നുണ്ട് കേട്ടോ, ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ ചെയ്യുന്നത് കാണുമ്പോ ഭയങ്കര ആക്റ്റീവ് ആണെന്ന് നമുക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ആക്റ്റീവും നമ്മളുടെ ഒരു പോസിറ്റീവ് എനർജിക്ക് റീസൺ ആണ്. ഓക്കെ, സുഖാണ് ലക്ഷ്മി, സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമ്മള് എവിടെ നിന്നാ ഇനി എടുക്കണ്ടേന്നാണ് നോക്കണ്ടേ. ഓർമ്മയുണ്ടോ? കുറച്ചുകൂടി കണ്ടുള്ളൂ, ഒരു 2 ദിവസമൊക്കെ നമ്മളുടെ പോയി പോകുന്നുണ്ട് എവിടെ കണ്ടൊക്കെ. അതുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പൊ പണ്ടേ തീർന്നേ, ബാക്കിയുള്ളവരെക്കാൾ മുമ്പായിരുന്നു എന്റെ 6th മോഡ്യൂൾ എനിക്ക് തീർക്കേണ്ടത്. പക്ഷെ കുറച്ച് ക്ലാസ് ഏതൊക്കെയോ കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണേ. അതുകൊണ്ടാണ് ബുദ്ധിമുട്ട് അല്ലെ. നമ്മളെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് വരെയാണ് അവിടെ നിന്നാണ് ഇനി എടുക്കണ്ടേ അല്ലെ. ഓക്കെ, so when a disaster occurs, there should be a proper communication system for giving communications or conveying communications to other departments as well as other agencies. നമുക്കറിയാം, ഒരു ഓർഗനൈസേഷൻ ഒരു എന്താ പറയാ ഹോസ്പിറ്റലിൽ ഒരു ഡിസാസ്റ്റർ ഉണ്ട് എന്നുള്ള ഒരു അലേർട്ട് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ എല്ലാവരിലേക്കും ആ ഒരു എന്താ പറയാ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് എത്തിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രൈവറ്റ് ഏജൻസീസ്, ചിലപ്പോൾ പുറത്തുള്ള ആളുകളൊക്കെ ഹോസ്പിറ്റൽസിനോട് എന്താ പറയാ സഹകരിച്ചൊക്കെ പോകുന്ന ചില സന്നദ്ധ സംഘടനകളൊക്കെ ഉണ്ടായിരിക്കും ഇല്ലേ. എന്ന് വെച്ചാൽ ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം ആ നാട്ടില് ഹോസ്പിറ്റലിലൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നു കഴിയുമ്പോൾ അവിടേക്ക് പെട്ടെന്ന് ആളുകൾ സഹായമായിട്ട് പുറത്തുനിന്നുള്ള ആളുകൾ, ചില സംഘടനകളൊക്കെ ഏജൻസീസ് ഒക്കെ ചിലപ്പോ എന്ത് ചെയ്യും, അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് വരും. അപ്പൊ ആ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ പറ്റിയ ആ ഒരു എന്താ പറയാ ആളുകളെ, അല്ലെങ്കിൽ അത്തരം സ്മൂത്ത് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആളുകളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഡിസാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തി അവരിലേക്കൊക്കെ ഈ കമ്മ്യൂണിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഷുഡ് ബി ദർ. അതിന് നല്ലൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടായാലല്ലേ പറ്റുള്ളൂ അല്ലെ. പെട്ടെന്ന് താമസമില്ലാതെ, ഒട്ടും തന്നെ ലാബ് ഇല്ലാതെ പെട്ടെന്ന് അത്തരം ഇൻഫർമേഷൻസ് ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റലിലേക്കും അതോടൊപ്പം തന്നെ പുറത്താർക്കാണോ നമ്മളെ സഹായിക്കുന്ന ആളുകൾ, എപ്പോഴും കൂടെ നിൽക്കുന്ന ആൾക്കാർ ചിലരുണ്ട്. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും നിയറസ്റ്റ് നമ്മളോട് ഒപ്പം എന്ത് പ്രതിസന്ധിയിലും സന്തോഷത്തിലും ദുഃഖത്തിലും ഒപ്പം നിൽക്കുന്നവരെയാണ് നമ്മൾ ആദ്യം വിളിച്ചറിയിക്കുക. ആണോ? അങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നേ? അല്ലേ? എല്ലാവരും അങ്ങനെ എന്തെങ്കിലും ചെയ്യാം, സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ ചെയ്യാം, എല്ലാവരും അങ്ങനെ ചെയ്യാം. അപ്പൊ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഹാപ്പി ആയിട്ടുള്ള എന്തെങ്കിലും മൊമെന്റ് ഉണ്ടാകുമ്പോഴും, എത്ര സങ്കടകരമായിട്ടുള്ള ഒരു മൊമെന്റ് ഉണ്ടാകുമ്പോഴും നമ്മൾ ഫസ്റ്റ് വി ഇൻഫോം ടു ദാറ്റ് ഡിയറസ്റ്റ് പീപ്പിൾ അല്ലെ. നമുക്ക് അത്രയും വേണ്ടപ്പെട്ടവരെയാണ്, നമ്മളെ സഹായിക്കുന്ന, എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്നവരെയാണ് നമ്മളത് അറിയിക്കുക. Likewise, അതുപോലെ തന്നെയാണ് ഒരു ഹോസ്പിറ്റൽസിലേക്ക് ഇഫ് എനി കൈൻഡ് ഓഫ് ഡിസാസ്റ്റർ ഈസ് ഡിക്ലെയർഡ്, ഏതെങ്കിലും തരത്തിലുള്ള ഡിസാസ്റ്റർ ഉണ്ടായി എന്ന് അലേർട്ട് കിട്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിക്ലറേഷൻ വന്നു കഴിയുമ്പോൾ അതുമായിട്ട് നമ്മളോട് സഹകരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന ചില ഔട്ട്സൈഡ് ഏജൻസീസും അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലേക്കും ഇതെല്ലാം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അതിന് യാതൊരു ലാഗും വരാൻ പാടില്ല. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ നോക്കിയേ, അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഇഫ് ദർ ഈസ് എനി ഫെയിലിയർ, അതിനകത്ത് ആ ഒരു അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോ എന്ത് ചെയ്യും, ചിലപ്പോൾ കംപ്ലീറ്റ് ഒരു ഫെയിലിയർ വരും. എന്ന് വെച്ചാൽ എന്താ, ചിലപ്പോ ലൈൻസ് ഒക്കെ ബിസി ആയി പോകും. നമ്മൾ ഇന്ന ആളുകളുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പോകണം, അപ്പൊ അവര് വിളിച്ചപ്പോ എന്താണ് അവിടെ വേറെ എൻഗേജ്ഡ് ആയിരുന്നു, വേറെ രീതിയിൽ ചിലപ്പോൾ അവരെ വേറെ ആളുകൾ കോൺടാക്ട് ചെയ്യായിരിക്കും. സോ ദ ലൈൻ വിൽ ബി ബിസി ഫോർ ലോങ്ങർ ടൈം. കുറച്ചധികം സമയത്തേക്ക് ഇങ്ങനെ ലൈൻ ബിസി ആയിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഒരു കാര്യം ഈ അങ്ങനെ വന്നാൽ നമ്മൾ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ അവരെ അറിയിക്കുക. അതിനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ, ഒരു പകരം ഒരു കാര്യം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചോളൂ. ആ പ്ലാനിൽ അവർക്ക് ഉൾപ്പെടുത്തിയിരിക്കണം. അപ്പൊ ഡിസാസ്റ്ററിന്റെ പ്ലാനിൽ ഈച്ച് ആൻഡ് എവറിത്തിങ് തന്നെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഡിസാസ്റ്റർ പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യണ്ടേ. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പ്രോപ്പർ ആയിരിക്കണം. വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ശരിയാണോ? ഞങ്ങൾ കോൺടാക്ട് ചെയ്തിരുന്നു, ഡിസാസ്റ്റർ ഒക്കർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അലേർട്ട് ഉണ്ട്, ഹോസ്പിറ്റലിൽ ജാഗ്രതരായിട്ട് ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വിളിച്ചു. ഒരു ഡിപ്പാർട്ട്മെന്റ് ഇത് അറിഞ്ഞിട്ടില്ല, ബിക്കോസ് ആ ഡിപ്പാർട്ട്മെന്റിലെ ലൈൻ ചിലപ്പോൾ ബിസി ആയിരുന്നു.
അവർ വേറെ ആളുകൾ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഹോസ്പിറ്റലല്ലേ, പല ആൾക്കാരും വിളിക്കാണ്ടാവും ചില കാര്യങ്ങൾക്ക്. അപ്പൊ അത് ബിസി ആണെന്ന് പറഞ്ഞിട്ട് ആ ഡിപ്പാർട്ട്മെന്റിൽ ഒഴിവാക്കുകയാണോ? അവരും കൂടി ചിലപ്പോൾ വേണ്ടി വരും നമ്മളുടെ ഈ ഒരു പ്രൊസീജിയേഴ്സ് കണ്ടിന്യൂ ചെയ്യാനായിട്ട്. അപ്പൊ അവരറിഞ്ഞില്ല എങ്കിൽ അതിന് പകരം ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഈ കാര്യം നമ്മളെ അറിയിക്കും. അതിന് ബന്ധപ്പെട്ട ആൾക്കാരെ ചിലപ്പോൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് അയക്കണം. മനസ്സിലായോ? പുറത്തുള്ള ആളുകളാണെങ്കിൽ കോൾ ചെയ്തു, നമ്മൾ കോൺടാക്ട് ചെയ്തു, ഏജൻസിയിലെ ആളുകളെ നമുക്ക് കിട്ടിയില്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവരെ കോൺടാക്ട് ചെയ്യാനുള്ള മറ്റേതെങ്കിലും വിധം ആലോചിക്കണം എന്ന്. മനസ്സിലായോ? അങ്ങനെ പറഞ്ഞാൽ അത്തരം ഇവന്റുകൾ നമ്മൾ എന്താ പറയാ അവരെ അറിയിക്കാനുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ, ഒരു മെത്തേഡ് കൂടി സ്വീകരിച്ചിരിക്കണം ഡിസാസ്റ്റർ പ്ലാനില് എന്നാണ് പറയുന്നത്. സോ ദാറ്റ് ആ ഒരു മെസ്സഞ്ചർ ഫുൾ ആയിട്ട് കോൺവേഴ്സന്റ് ആയിരുന്നു എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ എല്ലാം ഫങ്ഷനബിൾ ആയിട്ടുള്ള രീതിയിൽ എല്ലാ ഫങ്ഷൻസും കൃത്യമായി നടത്താൻ പറ്റുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവേഴ്സന്റ് ആകുക എന്ന് പറഞ്ഞാൽ എല്ലാവരെയും അറിയിച്ചിരിക്കണം എന്നാണ് പറഞ്ഞത്. Okay, so they have to create a pool of messengers. ഒരു മെസ്സഞ്ചേഴ്സിന്റെ ഒരു പൂള്, ഒരു ഗ്രൂപ്പ് അതിനുവേണ്ടി തയ്യാറാക്കിയേക്കണം നേരത്തെ തന്നെ. അപ്പൊ ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങളൊക്കെ വിളിച്ച് ഇൻഫോം മറ്റുള്ള ആളുകളെയൊക്കെ അറിയിക്കേണ്ടത് നിങ്ങളാണ്, ഈ മെസ്സഞ്ചർ പ്രൊവൈഡ് ചെയ്യേണ്ടത് നിങ്ങളാണ്, ഈ മെസ്സേജ് എന്നും പറഞ്ഞ ഒരു ഗ്രൂപ്പ്, ഒരു പൂൾ ഓഫ് മെസ്സേജേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം ഹോസ്പിറ്റൽസിൽ. ക്ലിയർ ആയോ? അതാണ് ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഫോർ എ ഡിസാസ്റ്റർ പ്ലാൻ. അപ്പൊ ഡിസാസ്റ്റർ പ്ലാനിൽ ഉണ്ടായിരിക്കേണ്ട ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ് ഇങ്ങനെ കൊണ്ടുപോകേണ്ടത്. ക്ലിയർ ആണോ? ഒരു പാരഗ്രാഫ് മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മള് ആദ്യത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോട്ടാ. ഏതാ? കണ്ടിന്യൂസ് ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് ആസ് വെൽ ആസ് മീൻസ് ഓഫ് പ്രോംപ്റ്റ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ഔട്ട്സൈഡ് ഏജൻസീസ് എൻഷുർസ് സ്മൂത്ത് മാനേജ്മെന്റ് ഓഫ് ദ ഡിസാസ്റ്റർ പ്ലാൻ. ഡിസാസ്റ്റർ പ്ലാൻ സ്മൂത്ത് ആയിട്ട് മാനേജ് ചെയ്യണമെങ്കിൽ ഒരു ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ, എല്ലാ ഡിപ്പാർട്ട്മെന്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും ഔട്ട്സൈഡ് ഏജൻസീസിനെയും ഉൾപ്പെടുത്തിയിട്ട് അവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യമാണ്. ഓക്കെ, പിന്നെ അടുത്തത് there should be also an organized messenger system to substitute in the event of their complete failure or over and above these when all lines get busy for longer periods. നല്ല ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് മെസ്സേജർ സിസ്റ്റവും ഉണ്ടായിരിക്കണം. ഏതെങ്കിലും ലൈനുകളൊക്കെ ബിസി ആയിരിക്കുക കുറെ നേരത്തേക്ക്, അല്ലെങ്കിൽ ലൈൻ ഫെയിലിയർ ആകുക, കറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പെട്ടെന്ന് അവരെ കോൺടാക്ട് ചെയ്യാനുള്ള മറ്റേതെങ്കിലും രീതിയിലുള്ള മെസ്സേജർ സിസ്റ്റവും ആ ഒരു ഡിസാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ആ ലോങ് പീരീഡ്സ് വരെ. ഓക്കെ, മതി, അത്രേ ഉള്ളൂ. രണ്ട് സെന്റൻസ്. അടുത്തത് മെഡിക്കൽ സപ്ലൈസ് ആണ്. എന്താ മെഡിക്കൽ സപ്ലൈസ്? That means in a normal hospital condition, സാധാരണഗതിയിലുള്ള ഹോസ്പിറ്റൽ കണ്ടീഷൻസിലാണെങ്കിൽ അവർക്ക് ആവശ്യത്തിനുള്ള മെഡിസിൻസ് എന്താ പറയാ കൃത്യമായിട്ടൊക്കെ എത്തിക്കാനൊക്കെ പറ്റും. നോർമൽ കണ്ടീഷൻസ് ഒക്കെ ആണെങ്കിൽ അത്ര വലിയ കുന്തിത്തള്ളിയൊന്നും ആളുകൾ സാധാരണ ദിവസങ്ങളിലൊന്നും ഹോസ്പിറ്റൽസിലേക്ക് വരുന്നില്ല. ചിലപ്പോ അവർക്കൊരു കാൽക്കുലേഷൻ ഉണ്ട്, ഇത്ര പേഷ്യൻസ് OP വിഭാഗത്തിൽ ഇത്രയൊക്കെ പേഷ്യൻസ് ഒരു ആവറേജ് ഒരു ദിവസത്തിൽ വരണുള്ളൂ. അവർക്ക് ഒരു കാൽക്കുലേഷൻ കിട്ടും. കാരണം പ്രീവിയസ് ആയിട്ടുള്ള ദിവസങ്ങളിലെയോ മാസങ്ങളിലെയോ ഒക്കെ കണക്കെടുക്കുമ്പോൾ they can understand that there will be up to this much, ഇത്രയും ഒരു 200 പേഷ്യൻസ് അല്ലെങ്കിൽ 300 പേഷ്യൻസ് അല്ലെങ്കിൽ 50 പേഷ്യൻസ്, അത് അവരുടെ കാൽക്കുലേഷനിലുണ്ട്. പക്ഷേ when a disaster occurs, there will be a great or ഒരു magnitude of patients, അല്ലെ, ഒരു വലിയ തോതില് ആളുകളുടെ എണ്ണം എമർജൻസി സിറ്റുവേഷൻസിൽ വരുന്ന ആളുകൾ വരാൻ സാധ്യതയുണ്ട്. ഡിസാസ്റ്റർ ഒക്കെ ഇപ്പൊ മാത്രമാണ് അങ്ങനെ ഉണ്ടാകുക, അല്ലാത്ത സമയത്തൊന്നും കുഴപ്പമില്ല. സോ ദാറ്റ് അങ്ങനെ വരുമ്പോൾ ദ മെഡിക്കൽ സപ്ലൈ മാനേജ്മെന്റ് അന്നേരം അവരെന്ത് ചെയ്യും? ദേ ഹാവ് ടു ബി ഇൻ ക്രിട്ടിക്കൽ പാർട്ട്. കാരണം എന്താ, അവർക്ക് അന്നേരം അവരൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. എന്ന് വെച്ചാൽ ഒരുപാട് മെഡിസിൻസിന്റെയും അല്ലെങ്കിൽ മെഡിസിൻ മാത്രമല്ല മറ്റ് സപ്ലൈസിന്റെ ഒക്കെ ആവശ്യകത വരും. അപ്പൊ മെഡിക്കൽ സപ്ലൈ ചെയ്യാനുള്ള മാനേജ്മെന്റ് ആ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനെ എന്താ പറയാ നമുക്ക് ഓവർകം ചെയ്യാൻ, ഫേസ് ചെയ്യാനുള്ള രീതിയിൽ എന്ത് ചെയ്യണം? പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പൊ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്സില് അത് മാത്രമല്ല ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റിലീഫ്, അതായത് ഇത്തരം വിക്ടിംസിനെയൊക്കെ ഇത്തരം ഡിസാസ്റ്ററിൽ വരുന്ന ആളുകളെയൊക്കെ നമുക്ക് ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ അവർക്ക് മരുന്ന് കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഒരു ആശ്വാസം കൊടുക്കാൻ, മരുന്നും ഇതൊക്കെ ആയിട്ടാണ് അവർക്ക് ആശ്വാസം കൊടുക്കാൻ പറ്റുക. അതിനൊക്കെ പറ്റിയ ഒരു മെഡിക്കൽ സപ്ലൈ മാനേജ്മെന്റ് ഉണ്ടായിരിക്കണം ഒരു ഡിസാസ്റ്റർ പ്ലാനിൽ. നല്ലൊരു മെഡിക്കൽ സപ്ലൈ മാനേജ്മെന്റ് ഇറ്റ്സ് എ ഇമ്പോർട്ടന്റ് പാർട്ട്. ഏത് രീതിയിൽ നമ്മൾ നോക്കിയാലും നല്ലൊരു മെഡിസിൻ സപ്ലൈ ചെയ്യുന്ന ഒരു മാനേജ്മെന്റ് സിസ്റ്റം ഹോസ്പിറ്റൽസിൽ ഉണ്ടായിരിക്കണം. വെൻ there will be a magnitude or large quantities of എന്താ പറയാ മെഡിസിൻസ് ആർ റിക്വയർഡ്. ഒരുപാട് മെഡിസിൻ
അല്ലെങ്കിൽ മെഡിക്കൽ സപ്ലൈസ് ആവശ്യം വരുന്ന സമയത്ത്, അർജന്റ് ആയിട്ട് വരുന്ന സമയത്ത് അങ്ങനെ ഒരു എന്താ പറയാ നല്ലൊരു മെഡിക്കൽ സപ്ലൈ മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്കത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റും, മെഡിസിൻ ഒന്നുമില്ല, നമ്മൾ അതിന് പ്രിപ്പയർഡ് അല്ല. ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞിട്ടാണോ മെഡിസിൻ നമ്മൾ ഓർഡർ എടുക്കണ്ടേ? അല്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാല് അതിനെ കൂടി കണക്കിലെടുത്ത് അതുകൂടി നമ്മുടെ കാൽക്കുലേഷനിൽ വേണം. അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടായാൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു 10,000 പേര് വന്നാലും നമുക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള മെഡിസിൻസ് ഈസ് ദർ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം, എൻഷുർ ചെയ്യണം. അതായിരിക്കണം ഒരു നല്ല മെഡിക്കൽ സപ്ലൈ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. മെഡിക്കൽ സപ്ലൈ മാനേജ്മെന്റ് ഈസ് എ ക്രിട്ടിക്കൽ പാർട്ട് ഓഫ് ബോത്ത് ഓവറോൾ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് ആൻഡ് ഇഫക്റ്റീവ് റിലീഫ് എഫേർട്ട്. നല്ലൊരു റിലീഫ് എഫേർട്ട് അല്ലെങ്കിൽ ഒരു നല്ല ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്സിനകത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മെഡിക്കൽ സപ്ലൈ മാനേജ്മെന്റ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. ഓക്കെ, സെന്റൻസ് ആണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്, അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അനലൈസ് ചെയ്തല്ലോ. ഓക്കെ, സോ ദ ഡിസാസ്റ്റർ പ്ലാൻ ഷുഡ് ഫോർതിങ്ക് എന്ത് ചെയ്യണം? അപ്പൊ ഈ ഡിസാസ്റ്റർ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? പ്ലാനിങ്ങിൽ കുറച്ച് മുൻകൂട്ടി നന്നായ രീതിയിൽ എന്താ പറയാ കുറച്ച് ചിന്തിക്കണം. മുൻകൂട്ടി ചിന്തിച്ച് എന്താ പറയാ, നമുക്കറിയാം ഒരു ഡിസാസ്റ്റർ ഹോസ്പിറ്റൽസ് may not have experienced any disaster. ഇതുപോലെയുള്ള ചില മുൻപരിചയമൊന്നും ഉണ്ടാവില്ല. ചില ഡിസാസ്റ്റർ ഒക്കെ വരുമ്പോ അയ്യോ എന്താ ചെയ്യണ്ടേ, നമുക്ക് പരിചയമില്ല. കാരണം എന്താ, ചില ഹോസ്പിറ്റൽസ് എന്താ പറയാ ചില പ്രത്യേക ഏരിയയിലുള്ള ഹോസ്പിറ്റൽസിന് അതൊരു ചിലപ്പോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം എന്താ, അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ കണ്ടല്ലോ, വയനാട് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ലാൻഡ് സ്ലൈഡ് ഒക്കെ ഉണ്ടാകുമ്പോ അവിടെയുള്ള ആളുകളൊക്കെ അവിടെയൊക്കെ അങ്ങനത്തെ സ്ഥലങ്ങളിൽ ആളുകളുണ്ട്, പാർക്കുന്നുണ്ട്, താമസിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്തരം മഴക്കാലഘട്ടങ്ങളിലൊക്കെ ഇത്തരം ലാൻഡ് സ്ലൈഡും ഒക്കെ ഉണ്ടാകുക. അപ്പൊ ഒരുപാട് അപകടങ്ങൾ അതുകൊണ്ട് ഉണ്ടാകുന്നത്, ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടമാകുന്നുണ്ട്, പരിക്കുകളുമായിട്ട് രക്ഷപ്പെടുന്നുണ്ട്. അപ്പൊ അവിടുന്ന് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് എവിടേക്കാണോ അവിടത്തൊക്കെ ചിലപ്പോൾ കുറച്ച് ഈ ഡിസാസ്റ്ററിൽ കൊണ്ടുവരുന്ന ആളുകളൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് പരിചയമുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ മറ്റ് ഹോസ്പിറ്റൽസിൽ മെജോറിറ്റി ഓഫ് ഹോസ്പിറ്റൽസിലും they may not have any idea about such preparedness. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരുക്കണ്ടേ? കാരണം they have no experience. അവർക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല, പരിചയമില്ല എന്താണ് ചെയ്യേണ്ടത്. പക്ഷെ എങ്കിലും പ്ലാനിങ്ങിൽ നമ്മൾ എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല. നേരത്തെ കുട്ടി അതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ആ സമയത്ത് ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കാൻ പാടില്ല. കാരണം നമ്മളെ ആശ്രയിച്ചാണ് കൂടുതലും പേഷ്യൻസ് ഇവിടെ പേഷ്യൻസിനെ കൊണ്ടുവരുന്നത്. അപ്പൊ നമുക്ക് നമ്മളുടെ അതിനുള്ള റിസോഴ്സസ്, ലാക്ക് ഓഫ് റിസോഴ്സസ്, ആവശ്യമുള്ള റിസോഴ്സസ് ഇല്ല, അല്ലെങ്കിൽ ആവശ്യമുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് എന്തെങ്കിലും മാറ്റിവെക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കതിന് എന്താ പറയാ എന്തെങ്കിലും ഒരു ബദൽ പറയാനുള്ള കാര്യങ്ങളില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇറ്റ് മേക്സ് കൺഫ്യൂഷൻസ് ആൻഡ് ഓൾസോ പാനിക് റിയാക്ഷൻസ്. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ഈ പറയുന്ന ലാക്ക് ഓഫ് എക്സ്പീരിയൻസും അതുപോലെ തന്നെ എന്താ പറയാ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഉണ്ടാകാവുന്ന പ്ലാനിങ്ങിൽ ഉണ്ടാകാവുന്ന ചില പോരായ്മകളും ഒക്കെ ഈ ഹെൽത്ത് അതോറിറ്റീസിന് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിന് കൂടുതൽ പ്രശ്നങ്ങളാണ് ഉണ്ടാകുക. കാരണം ലാക്ക് ഓഫ് റിസോഴ്സസ്, ശരിയായ അവൈലബിൾ ആയിട്ടുള്ള മരുന്നുകളില്ല, അല്ലെങ്കിൽ മറ്റ് സാധന സാമഗ്രികളില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോ ആളുകൾ പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റൽ അധികൃതരാണെങ്കിൽ പോലും അതോറിറ്റീസ് ആണെങ്കിൽ പോലും അവരെന്ത് ചെയ്യും? പെട്ടെന്ന് പകച്ചു പോകും, എന്താ ഇപ്പൊ ചെയ്യണ്ടേ എന്നുള്ള രീതിയിൽ. അങ്ങനെ കൺഫ്യൂഷൻസും പാനിക്കും ആവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യണം? ആ പാനിക് ആയിട്ടുള്ള അവസ്ഥ അല്ലെങ്കിൽ ഇത്തരം എന്താ പറയാ കൺഫ്യൂഷൻസ് അവോയ്ഡ് ചെയ്യാനായിട്ട് ഓൾ തിങ്സ് ഷുഡ് ബി പ്രിപ്പയർഡ്. എല്ലാം പ്രിപ്പയർഡ് ആയിരിക്കണം, ഇൻക്ലൂഡിങ് മെഡിസിൻസും മറ്റ് സൗകര്യങ്ങൾ, മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള സബ്സ്റ്റിറ്റ്യൂട്ട്. നമ്മളുടെ ഹോസ്പിറ്റൽസിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ മുഴുവനും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ പറ്റില്ല. അപ്പൊ തൊട്ടടുത്ത് ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിലേക്ക് കുറച്ച് പേഷ്യൻസിനെ അവിടെ കൊണ്ടുവച്ചിട്ട് ഡോക്ടേഴ്സ് അങ്ങോട്ട് ചെന്ന് അവരെ നോക്കുക. ഓക്കെ, അങ്ങനെ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്താൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ കൂട്ടി ആലോചിച്ച് വെക്കണം. അല്ലെങ്കിലാണ് പെട്ടെന്ന് ഇങ്ങനെ പകച്ചു പോവുക, കൺഫ്യൂസ്ഡ് ആക്കുക. ക്ലിയർ ആണോ? മനസ്സിലായോ? അത് മനസ്സിലാക്കി വെക്കാനുള്ള സെന്റൻസ് മാത്രമേ ഉള്ളൂ. അത് സ്വാഭാവികമായിട്ട് അറിയാലോ. നമ്മള് ഇപ്പൊ എന്ത് കാര്യത്തിനും നമ്മൾ പ്രിപ്പയർഡ് അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളിലേക്ക് ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആകും, പേടിക്കും അല്ലെ? പെട്ടെന്ന് തന്നെ നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ ഇത് ചെയ്യും. അപ്പൊ നമ്മളിപ്പോ നമുക്കത് അറിയില്ലാത്തൊരു കാര്യമാണ്, നമുക്ക് അതിനെ കുറിച്ച് നേരത്തെ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തൊരു കാര്യം പെട്ടെന്ന് വന്നിട്ട് നമ്മളോട് ചെയ്യാൻ പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആണ്, പാനിക്. നമ്മൾ പെട്ടെന്ന് പാനിക് ആകും, കൺഫ്യൂസ്ഡ് ആകും. അത് തന്നെ ഹോസ്പിറ്റൽസിൽ ഇതുപോലെ ഡിസാസ്റ്റർ നേരത്തെ തന്നെ അങ്ങനെ ഡിസാസ്റ്റർ ആയിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മൾ ഏറ്റെടുത്തിട്ടില്ലാത്ത ഹോസ്പിറ്റൽസിൽ പെട്ടെന്ന് അങ്ങനത്തെ കൺഫ്യൂഷൻസ് വരാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്.
നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. നെക്സ്റ്റ് വൺ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റോഴ്സ് ആണ്. See, the classification of stores and materials in hospitals. അതായത് ഹോസ്പിറ്റൽസിന്റെ ഈ പറയുന്ന ഡിസാസ്റ്ററിലൊക്കെ അറിയുമ്പോൾ ഉണ്ടാകാവുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ അവിടെ ഒരുപാട് സാധനങ്ങളും അതുപോലെ മറ്റു മെറ്റീരിയൽസ് ഒക്കെ ആവശ്യം വരും. അപ്പൊ അങ്ങനെയുള്ള മെറ്റീരിയൽസും അതുപോലെ സ്റ്റോർസ് മെറ്റീരിയൽസും ഒക്കെ ഇത് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ടാണെന്നറിയോ? ഈസി ഡിമാൻഡ്, ഈസി ആക്സസിബിലിറ്റി, ഈസി പ്രൊക്യൂർമെന്റ്, പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പലതായിട്ട് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ വീടുകളിൽ നമ്മൾ ഉപ്പ്, മുളക്, പഞ്ചസാര ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഓരോ പ്രത്യേക സ്ഥലത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനത് പെട്ടെന്ന് പ്രൊക്യൂർ ചെയ്യാൻ, പെട്ടെന്ന് എടുക്കാനത്. അല്ലെങ്കിൽ ഒരു സ്ഥലത്തുനിന്ന് ഒരു സാധനം എടുത്തു, അതുകൊണ്ട് തീർത്തുകൊണ്ടെന്ന് വെച്ചു, പിന്നെ നമ്മൾ അതൊക്കെ എപ്പോ വിട്ടുപോകും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വേറെ കാര്യത്തിൽ പോയി. 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ആ സാധനം അന്വേഷിക്കുന്നത്. അയ്യോ അപ്പൊ അത് ആലോചിക്കുന്നത് എവിടെ വെച്ചു എന്നല്ലേ. പ്രോപ്പറായിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ടെങ്കിൽ എന്ത് പറ്റും? എളുപ്പം നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അങ്ങനെയല്ലേ? നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നവരല്ലേ? കൃത്യമായിട്ടുള്ള ഓർഡറിൽ. In hospitals, when a disaster occurs, we have to easily access some materials or stores or medicines. ഈ സാധനങ്ങൾ നമുക്ക് പെട്ടെന്ന് അത് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് അത് കൃത്യമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ദ ക്ലാസിഫിക്കേഷൻ ഇൻക്ലൂഡ്സ് പല ഗ്രൂപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ഒന്നാമത്തേത് മെഡിസിൻസ്, ഡ്രഗ്സ്, ഫാർമസ്യൂട്ടിക്കൽസ്. ഇതൊരു ഗ്രൂപ്പ്. മനസ്സിലായോ? ഒന്നാമത്തെ ഗ്രൂപ്പില് മരുന്നുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ഡ്രഗ്സും അല്ലെങ്കിൽ മരുന്നിന്റേതുപോലെ തന്നെ ഉപയോഗിക്കേണ്ട ചില മെറ്റീരിയൽസ്, ചില ഫാർമസ്യൂട്ടിക്കൽ എക്യുപ്മെന്റ്സ്, ഉപകരണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ചിലതൊക്കെ ആൾക്കാർക്ക് വേണ്ടി വരും. അപ്പൊ അതൊക്കെ ഡിസ്പോസിബിൾ ആണ്. ഒരാൾക്ക് ഉപയോഗിച്ചത് മറ്റൊരാൾക്ക് ഉപയോഗമില്ല. അപ്പൊ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വേണ്ടി വരും. അതൊക്കെ ഒരു കാറ്റഗറി, ഒരു ക്ലാസിഫിക്കേഷൻ. അടുത്തത് സർജിക്കൽ ഡ്രസ്സിംഗ് മെറ്റീരിയൽസ്, ഗോസ്, കോട്ടൺ, കോപ്രോൾസ്, ബേൺസ് ഡ്രസ്സിങ്സ് ഒക്കെ. എന്താണത്? ഈ എന്താ പറയാ, ചില സർജറി ഒക്കെ നടത്തി കഴിയുമ്പോൾ കെട്ടാനൊക്കെ വേണ്ടിയിട്ടുള്ള ചില അങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ. ഗോസ് കോട്ടൺ എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണത്? ഇങ്ങനെ എന്താ പറയാ, ഒരു തരം തുണി കൊണ്ടല്ലേ വച്ചിട്ട് നമ്മളിങ്ങനെ പഞ്ഞിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടൂലേ, അത്. പിന്നെ അതുപോലെ തന്നെ കോപ്പർ റോൾസും അതുപോലെ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ സാധനങ്ങളാണ്. അതാണ് കോപ്പർ റോൾസ് എന്ന് ഉദ്ദേശിക്കുന്നത്. കൈയൊക്കെ ഓടിഞ്ഞ് കഴിയുമ്പോ അങ്ങനെ കെട്ടി തൂക്കിയിടുമ്പോ ഇതിന്റെ മുകളില് ആ തുണിയൊക്കെ ചുറ്റിയതിന് ശേഷം വീണ്ടും ഒരു സാധനം തേക്കുമല്ലോ. അപ്പോഴാണ് ഇതിങ്ങനെ ഹാർഡായിട്ട് ഇങ്ങനെ ഇരിക്കാൻ. നമ്മൾ കൈ ഫ്ലെക്സിബിൾ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇങ്ങനെ ചുരുക്കാണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് കെട്ടുമല്ലോ. ആ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ് കോപ്പർ റോൾസ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ബേൺ ഡ്രസ്സിങ്സ്, പൊള്ളലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ഡ്രസ്സിംഗ് മെറ്റീരിയൽസ്. അപ്പൊ അതൊക്കെ ഒരു സ്ഥലത്ത്. മനസ്സിലായ? ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതിന് എല്ലാം കൂടി കൊണ്ടത് കുന്നുകൂടി എല്ലാം കൂടി എന്താ പറയാ മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ ആക്സസ് ചെയ്തെടുക്കാൻ എന്ന് വെച്ചാൽ എളുപ്പം കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. അതേസമയത്ത് ഇങ്ങനെ തരം തിരിച്ച് വെച്ചാൽ എളുപ്പം അവിടെ നിങ്ങൾ എടുക്കാം. മെഡിസിൻസും ഡ്രഗ്സും ഫാർമസ്യൂട്ടിക്സും ഒരു ഇടത്ത് ഒരു ഗ്രൂപ്പിൽ വെക്കുക. അടുത്തതിൽ സർജിക്കൽ ആയിട്ടുള്ള ചില ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ മെറ്റീരിയൽസ്, അത് ഗോസ് കോട്ടൺ വരും, കോപ്രോൾസ് വരും, ബേൺ ഡ്രസ്സിങ്സ് അത് വേറെ, അതൊരു സ്ഥലത്ത് വെക്കുക. ഓക്കെ. പിന്നെ സ്ട്രെച്ചേഴ്സും സ്പ്ലിൻസും. സ്പ്ലിന്റ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ എല്ലുകളൊക്കെ ഒടിഞ്ഞൊക്കെ ഇതൊക്കെ ആയിപ്പോകുമ്പോ അതൊക്കെ എന്താ പറയാ ഒട്ടുകൊണ്ടൊക്കെ തീക്കി തിരക്കിയൊക്കെ മര്യാദയ്ക്ക് കറക്റ്റ് ആയിട്ട് വെക്കാൻ ഉപയോഗിക്കുന്നത് എക്യുപ്മെന്റ് ആണ്. ചെറിയ എക്യുപ്മെന്റ്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത്. സ്പ്ലിന്റ്, അതുപോലെ തന്നെ സ്ട്രെച്ചേഴ്സ്, അതൊക്കെ ഒരു സ്ഥലത്ത് അറേഞ്ച് ചെയ്ത് വെക്കാം. ബ്ലാങ്കറ്റ്സ്, ബെഡ്, ലിനൻ. എന്താണ് പേഷ്യൻസിന് കൊടുക്കാനുള്ള ബ്ലാങ്കറ്റോ അല്ലെങ്കിൽ ബെഡില് അവർ കിടക്കുമ്പോ അവർക്ക് വിരിക്കേണ്ടതായിട്ടുള്ള തുണി, എന്താ പറയാ കവറ്, അതുപോലെ പില്ലോ കവറ്, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നെ അതൊക്കെ ഒരു സ്ഥലത്ത്. പിന്നെ മെഡിക്കൽ ഗ്യാസസ്, പലതരത്തിലുള്ള ഗ്യാസസ് ഉപയോഗിക്കുന്നുണ്ട് ഹോസ്പിറ്റൽസിൽ അല്ലെ. അപ്പൊ അത് ഓക്സിജൻ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ മറ്റേ സാധനം ആണെങ്കിൽ അങ്ങനെ, അതൊക്കെ കറക്റ്റ് ആയിട്ട് വേറെ സ്ഥലത്ത്. പിന്നെ IV ഫ്ലൂയിഡ്സ്, അതായത് എന്താ പറയാ നമ്മളുടെ ഫ്ലൂയിഡ്സ് നമ്മൾ കൊടുക്കുന്ന ഫ്ലൂയിഡ്സ് എന്തെങ്കിലും കൊടുക്കാനാണ് അതിന് വേണ്ടിയിട്ടുള്ളത് അത് സെപ്പറേറ്റ്, അങ്ങനെ കൊടുക്കുന്ന മെഡിസിൻസ് വേറെ. ദെൻ എക്സ്റേ പ്ലേറ്റ്സ്, എക്സ്റേ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില പ്ലേറ്റുകളൊക്കെ ഉണ്ട്. എക്സ്റേയുടെ ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ്. പിന്നെ മറ്റുള്ള ബാക്കിയുള്ളവയൊക്കെ വേറൊരു ഗ്രൂപ്പ്. അങ്ങനെ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് വെച്ചാൽ ഇറ്റ് വിൽ ബി ഈസി ടു പ്രൊക്യൂർ. അത് എളുപ്പം നമുക്ക് ആക്സസ് ചെയ്ത് എടുക്കാൻ പറ്റും. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് ഓരോ സ്റ്റോറുകളും വെക്കുന്നത്. അതൊക്കെ ആര് ചെയ്യണം? അതൊക്കെ ഈ ഡിസാസ്റ്ററിന്റെ സമയത്ത് പെട്ടെന്ന് അതൊക്കെ കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് എവിടെയാണോ നമ്മൾ പേഷ്യൻസിനെ കൊണ്ടുവന്ന് അവരെ ട്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ നഴ്സ് ചെയ്യുന്നത് ആ സ്ഥലത്ത് അതിന്റെ അടുത്തായിട്ടൊക്കെ കൊണ്ട് ഇതൊക്കെ കൊണ്ട് വെക്കുക. അങ്ങനെ ക്ലാസിഫൈ ചെയ്ത് തരം തിരിച്ചൊക്കെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതെടുത്ത് അവിടെ നമുക്ക് ലാഗ് വരുത്താൻ പറ്റില്ല. കാരണം എന്താ, നമ്പർ ഓഫ് പേഷ്യൻസ് ഒഴുകുന്നത് ഇങ്ങനെ ഓരോന്നല്ല, ഇങ്ങനെ ഭയങ്കര കൂടുതലായിട്ടായിരിക്കും.
അപ്പൊ ഇവരൊക്കെ നമ്മൾ ഡീൽ ചെയ്തിട്ട് വേണം വിടാനായിട്ട്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് അടുത്തടുത്തുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്ത് കൊടുക്കാനൊക്കെ പറ്റും. ഓക്കെ, പെട്ടെന്ന് അവരെ ഒന്ന് എന്താ പറയാ ഒരു റിക്കവറിങ് സ്റ്റേജിലേക്ക് കൊണ്ടുവന്നിട്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ മാറ്റാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റോഴ്സ് ക്ലാസിഫൈ ചെയ്യുന്നത്. ക്ലിയർ ആയോ? ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റോഴ്സ് അതൊന്ന് ടിക്കറ്റ് വെച്ചേക്കാം, അത് ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെയാണ് സ്റ്റോഴ്സിന്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. അതുകൊണ്ട് അത് ഇട്ടേക്കാം, ടിക്കറ്റ് കേട്ടോ. ഇനി അടുത്തത് എന്താണ്? സഫീഷ്യന്റ് സ്റ്റോക്സ് ഓഫ് പോളിൻ. അതായത് നമ്മളുടെ നേരത്തെ പറഞ്ഞ മെറ്റീരിയൽസ് കൂടാതെ തന്നെ ഇത് എവിടെ നിന്നൊക്കെ നമുക്ക് എന്താ പറയാ, എവിടെ നിന്നൊക്കെ വേറെ സ്ഥലത്ത് നിന്നൊക്കെ ഇപ്പൊ ചിലപ്പോൾ കൂടുതൽ കാഷ്വാലിറ്റീസ് വരികയാണെങ്കിലേ, കൂടുതൽ എമർജൻസി ആവശ്യമുള്ള കുറെ ട്രീറ്റ്മെന്റുകൾ ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വേറെ എവിടെന്നെങ്കിലും വി ക്യാൻ ഹാവ് ദീസ് തിങ്സ്. ഇതൊക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടും എന്നുള്ളത് അതുകൂടി നമ്മൾ നേരത്തെ കൂടി ആലോചിച്ച് വെക്കണം. സെക്കൻഡറി സോഴ്സ് ഓഫ് സച്ച് സപ്ലൈസ്, ഇത് നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ് അങ്ങനെ എടുത്തു പറയേണ്ട, അല്ലെങ്കിൽ അതിനെ കുറിച്ച് മനസ്സിലാക്കി ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ വെക്കേണ്ട ചില സെക്കൻഡറി സോഴ്സ് ഐറ്റംസ് ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ട്രീറ്റ്മെന്റ് ഓഫ് ബേൺസ്, പൊള്ളലുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മാത്രം ചിലപ്പോൾ പറ്റൂല, അപ്പൊ വേറെ ഏതെങ്കിലും സ്ഥലത്ത് അതിനൊരു സെക്കൻഡറി സോഴ്സ് എവിടെയുണ്ടെന്ന് നമുക്ക് അന്വേഷിക്കണം. ഇൻട്രാവീനസ് ഫ്ലൂയിഡ്, അതുപോലെ തന്നെ വോളിയം എക്സ്പാൻഡേഴ്സ് വികസിപ്പിക്കാനും, അതുപോലെ തന്നെ ഇൻട്രാവീനസിൽ കൊടുക്കുന്ന ചില ഫ്ലൂയിഡുകളൊക്കെ ഇത് നമുക്ക് എവിടെ നിന്ന് കിട്ടും? സെക്കൻഡറി സോഴ്സ് എവിടെ നിന്നാണ്? മറ്റൊരു സ്ഥലം, നമ്മുടെ ഹോസ്പിറ്റലിൽ ഇത് ആവശ്യത്തിന് ഇല്ലെങ്കിൽ വേറൊരു ഇടത്തുനിന്ന് നമുക്ക് കിട്ടേണ്ട ചില മെറ്റീരിയൽസ്, ഇതൊക്കെ ചിലപ്പോ അത്രയും അളവിൽ ഉണ്ടാവില്ല. അതാണ് ഈ പറയുന്നത്. അത്ര എമർജൻസി സിറ്റുവേഷൻ കൂടുതൽ വരികയാണെങ്കിൽ ഈ കാര്യങ്ങൾ ചിലപ്പോ സഫീഷ്യന്റ് ആയിട്ട് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. സോ ടു ഹാവ് ഇറ്റ് ഫ്രം എ സെക്കൻഡറി സോഴ്സ്, മറ്റൊരു സ്രോതസ്സിൽ നിന്ന് മറ്റൊരു മാർഗത്തിൽ കൂടെ നമുക്ക് ഇത് എവിടെ നിന്നൊക്കെ അക്വയർ ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. അങ്ങനത്തെ സാധനങ്ങളാണ്. പിന്നെ അനൽജസ്റ്റിക്സ് ആൻഡ് ഹിപ്നോട്ടിക്സ്, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങള് എന്താണ്? അടുത്തത് മെഡിക്കൽ ഗ്യാസസ്, ഇൻക്ലൂഡിംഗ് ഓക്സിജൻ ഉൾപ്പെടെയുള്ള മെഡിക്കൽ ഗ്യാസസ് നമുക്ക് ആവശ്യത്തിനില്ലെങ്കിൽ മറ്റെവിടെ നിന്ന് കിട്ടും. പിന്നെ കെമിക്കൽ ഡിസ്ഇൻഫെക്റ്റൻസ് എന്ന് വെച്ചാൽ എന്താ? കീടനാശിനികൾ, എന്താ പറയാ, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ എന്താ പറയാ ചില ഫ്ലൂയിഡുകളൊക്കെ ഡ്രസ്സിലും മറ്റൊക്കെ വീട്ടിലുണ്ടാവും. അതിൽ നിന്ന് നമ്മുടെ ഡോക്ടേഴ്സിന്റെ ഒക്കെ മേത്തൊക്കെ പറ്റാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെ മാറ്റേണ്ടി വരും. അത് കാരണം വേറൊരു പേഷ്യന്റിനെ ഒക്കെ നോക്കുമ്പോൾ അത് ചിലപ്പോൾ ഇൻഫെക്റ്റഡ് ആകാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കെമിക്കൽസ് അതൊക്കെ എവിടെ നിന്ന് കിട്ടും. പിന്നെ ഡ്രസ്സിംഗ് മെറ്റീരിയൽസ്, പിന്നെ പ്ലാസ്റ്റർ മെറ്റീരിയൽസ്, പ്ലാസ്റ്റർ ഇടുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ സ്പ്ലിന്റ് ആവശ്യത്തിന് അവിടെയുള്ളത് തികയുന്നില്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നമുക്ക് അവിടെ നിന്ന് അക്വയർ ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു സെക്കൻഡറി സോഴ്സ് നമ്മൾ ഉദ്ദേശിച്ച് വെക്കേണ്ട ചില ഐറ്റംസ്, ചില സപ്ലൈസിന്റെ പേരുകളാണ് ഈ കൊടുത്തേക്കുന്നത്. മനസ്സിലായോ? ഇത്തരം സാധനങ്ങൾ ചിലപ്പോൾ അവിടെ ആവശ്യത്തിന് തികഞ്ഞൊന്നും വരില്ല. സോ ഒരു സെക്കൻഡറി സോഴ്സ് ഈ വക കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണം. അത് ഇന്ന സ്ഥലത്തുണ്ട്, ഇന്നടത്തുനിന്ന് കിട്ടും എന്നുള്ളത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഏതൊക്കെയാണ്? ട്രീറ്റ്മെന്റ് ഓഫ് ബേൺസ്, ഇൻട്രാവീനസ് ഫ്ലൂയിഡ്, വോളിയം എക്സ്പാൻഡേഴ്സ്, അത് ടിക്കറ്റ് വെച്ചാൽ മതി ഇതൊക്കെ സാധനം. പിന്നെ അനൽജസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ മറ്റേ ഇതാണ്, എന്താണ് നമ്മള് പെയിൻഫുൾ ആയിട്ടുള്ള വേദന, പെയിൻ കില്ലർ, അതന്നെ വേദന സംഹാരി. ഓക്കെ, അതിന് അങ്ങനെയാണ് പറയാ മലയാളത്തിൽ അല്ലെ. വേദന സംഹാരികളായിട്ടുള്ള ചില സാധനങ്ങള് അതൊക്കെ ഫുള്ളും നമ്മളുടെ മെഡിക്കൽ സ്റ്റോറിൽ, നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ ചിലപ്പോ അത്രയും കണ്ട ആളുകൾക്ക് മിക്കവർക്കും ചിലപ്പോൾ വേദന സംഹാരിയായിരിക്കും കൂടുതൽ കൊടുക്കണ്ടേ. കാരണം ഇപ്പൊ ഇങ്ങനെയുള്ള ഡിസാസ്റ്റർ, ഇപ്പൊ മണ്ണിടിഞ്ഞു അല്ലെങ്കിൽ വേറെ ബിൽഡിംഗ് ഇടിഞ്ഞു, എർത്തുകേക്ക് ഉണ്ടായി, ഇങ്ങനെയുള്ള ഇതൊക്കെ പരിക്കുകൾ കൂടുതലായിരിക്കും. അപ്പൊ അവിടെ പരിക്കുകൾ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇച്ചിരി മുറിക്കാൻ തന്നെ എന്തൊരു വേദനയല്ലേ, ഭയങ്കര പെയിൻഫുൾ ആണ്. അപ്പൊ ആ വേദനയൊക്കെ ഒന്ന് ശമിപ്പിച്ചെങ്കിൽ അവിടെ ഇരുത്താൻ, വേദന കൊണ്ട് മാത്രമാണ്. ആ വേദന മാറി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പേഷ്യന്റ് ഓക്കെയാണ്, ബാക്കി വേറെ പ്രശ്നമൊന്നുമില്ല, വേദന മാത്രമാണ്. അപ്പൊ വേദനയെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ചില കാര്യങ്ങൾ, അപ്പൊ അതൊക്കെ ഇത്രയധികം ചിലപ്പോൾ ഹോസ്പിറ്റൽസിൽ ഉണ്ടായി വരില്ല. സോ അതിനൊരു സെക്കൻഡറി സോഴ്സ് നമ്മൾ ഇയർ മാർക്ക് ചെയ്ത് വെച്ചേക്കണം കേട്ടോ, വെച്ചേക്കണം അതിനുള്ള ഒരു സ്ഥലം. ഓക്കെ. പിന്നെ മെഡിക്കൽ ഗ്യാസസ് ഇൻക്ലൂഡിംഗ് ഓക്സിജൻ ഉൾപ്പെടെ, കെമിക്കൽ ഡിസ്ഇൻഫെക്റ്റന്റ്, ഡ്രസ്സിംഗ് മെറ്റീരിയൽസ്, പ്ലാസ്റ്റിക് മെറ്റീരിയൽസ്, സ്പ്ലിൻസ് എക്സെട്ര. ഓക്കെ. അപ്പൊ നമ്മള് ഏതൊക്കെ ക്ലാസിഫിക്കേഷൻ സ്റ്റോർസ്, അതായത് ഹോസ്പിറ്റലിലെ മെഡിക്കൽ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെ സ്റ്റോർ ചെയ്യണ്ടേ, അത് നമ്മുടെ അതിന്റെ കാറ്റഗറൈസേഷൻ, അതിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഇനി ചില കാര്യങ്ങൾക്ക് നമുക്ക് ഒരു സെക്കൻഡറി സോഴ്സ് കൂടി തീരുമാനിച്ചു വെക്കാനുണ്ട്, ഐഡന്റിഫൈ ചെയ്ത് വെക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് അതും പറഞ്ഞു. ഓക്കെ ആണല്ലോ? ടിക്കറ്റ് കേട്ടോ. സെക്കൻഡറി സോഴ്സ് സപ്ലൈ ചെയ്യേണ്ട
ഐറ്റംസ് ഏതൊക്കെയാണ് 8 പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് ടിക്ക് ഇട്ടേക്കാം. Then these supplies and medical equipments, emergency drugs also should be located near to the patient holding area. ഇവിടെ വേണം ഈ സാധനങ്ങളൊക്കെ എവിടെ വേണം, പേഷ്യന്റിനെ ഇവിടെ കരുതിയിരിക്കുന്നു 2 കിലോമീറ്റർ അപ്പുറത്താണോ ഈ പറയുന്ന സാധനമൊക്കെ വേണ്ടത്, മെഡിസിൻസും അതുപോലെ തന്നെ എക്യുപ്മെന്റുകളും, അതുപോലെ നേരത്തെ പറഞ്ഞ സ്ട്രക്ചർ. ഇപ്പൊ ചിലപ്പോൾ ഒരു പേഷ്യന്റിന് അത്ര ഇതാണ്, അപ്പൊ പ്രാഥമികമായിട്ടുള്ള ആ ഒരു ശുശ്രൂഷ കൊടുത്തു, പ്രൈമറി ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി, അതിനുശേഷം ആളെ നമ്മളൊരു റിക്കവറിംഗ് സ്റ്റേജിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, വേഗം നമുക്ക് മാറ്റി വെക്കാം, കാരണം അടുത്ത പേഷ്യന്റിനെ നോക്കണ്ടേ. അപ്പൊ ആളെ മാറ്റണമെങ്കിൽ സ്ട്രെച്ചർ വേണം. സ്ട്രെച്ചർ 5-6 കിലോമീറ്റർ അകലെ കൊണ്ടുപോയിടാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അതെന്ത് ചെയ്യണം, ആ ഒരു ലൊക്കേഷന്റെ, അതായത് പേഷ്യന്റിനെ എവിടെയാണ് നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കുന്നത് ആ സ്ഥലത്ത് അടുത്തായിട്ട് ഈ എമർജൻസി ഡ്രഗുകളും അതുപോലെ മറ്റ് സപ്ലൈസും എക്യുപ്മെന്റുകളൊക്കെ അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, സോ ഷുഡ് ബി ഹാവ് സെപ്പറേറ്റ് ഓർ നമ്മുടെ മെയിൻ മെഡിക്കൽ സ്റ്റോർ കൂടാതെ ഒരു സെപ്പറേറ്റ് ഒരു അഡീഷൻ ഓഫ് മെയിൻ സ്റ്റോർ ഉണ്ടായിരിക്കണം. അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു ഫാർമസി ഉണ്ട്, അത് ഹോസ്പിറ്റലിന്റെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒക്കെ മിക്കവാറും ഗ്രൗണ്ട് ഫ്ലോറിലോ അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലൊക്കെ ആയിരിക്കാം എന്ത് വരിക, ഫാർമസി വരിക. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെയല്ല ഈ പറയുന്ന പേഷ്യന്റിനെ കൊണ്ടുവരിക. സാധാരണ വരുന്നതിനേക്കാള് ചിലപ്പോൾ എമർജൻസി സിറ്റുവേഷനിൽ ഒരുപാട് പേഷ്യൻസിനെ കൊണ്ടുവരാൻ നമുക്കൊരു പർട്ടിക്കുലർ ഏരിയ നമ്മൾ അതിനു വേണ്ടി ഉണ്ടാക്കി, താൽക്കാലികമായിട്ട് ടെമ്പററി ആയിട്ട്. അപ്പൊ അത് അവിടേക്കും ഇവിടേക്കും തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു എന്താ പറയാ ഇതിനു വേണ്ടി മാത്രം ഒരു സ്റ്റോർ അഡീഷണൽ ആയിട്ട്, അഡീഷൻ ആണ് പറഞ്ഞേക്കുന്നത്, ഇൻ അഡീഷൻ ആണ് കേട്ടോ, ഒരു അഡീഷണൽ ആയിട്ട് ഒരു സ്റ്റോർ ഉണ്ടാക്കണം എന്നുള്ളത് നിർബന്ധമാണ്, ഒരുപാട് ദൂരേക്ക് പോകാതെ. സോ അതിന് വേണ്ടിയിട്ട് കുറച്ച് പേഴ്സണൽസിന് എന്ന് വെച്ചാൽ ആ ഒരു മെഡിക്കൽ സ്റ്റോറൊക്കെ ആക്റ്റീവ് ആക്കാനും അത് ഓപ്പറേറ്റ് ചെയ്യാനും ഒക്കെ ഷുഡ് ബി സം അഡീഷണൽ പേഴ്സണൽ, ആ സ്റ്റോറൊക്കെ സൂക്ഷിക്കാനായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ചില ജോലിക്കാരെയും അതിനുവേണ്ടി നിയമിക്കണം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അഡീഷണൽ ഒരു കുഞ്ഞു ഫാർമസിയും അതോടൊപ്പം തന്നെ അത് നോക്കുന്ന ചില ജോലിക്കാരെയും അതിന് വേണ്ടിയിട്ട് കൺവീനിയന്റ് ആയിട്ട് അവര് സെലക്ട് ചെയ്ത് തെറ്റി എന്താ പറയുക ഡിസാസ്റ്റർ പ്ലാൻ അതൊക്കെ ആലോചിച്ച് വെക്കണം. എല്ലാം എവരിത്തിങ് ആലോചിച്ച് വെക്കണം എന്നുള്ളതാണ്. ഓക്കെ, ദെൻ പ്രീഡിറ്റർമെന്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് നമ്മളുടെ. എന്തൊക്കെ റിക്വയർമെന്റ് ഉണ്ടാകും, എന്തൊക്കെ ആവശ്യം വരും, എന്തൊക്കെ എമർജൻസീസ് ഉണ്ടാകും ഡിസാസ്റ്റർ വരുമ്പോ, ഇതൊക്കെ നമ്മൾ ഷുഡ് ബി പ്രീ ഡിറ്റർമിൻഡ്. അതൊക്കെ നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ച് അതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണ് ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്താ പറയാ ഒരു സ്റ്റോർ ഹോൾഡർ ഒക്കെ ഇല്ലായെങ്കിലും അല്ലെ, ഒരു പ്രത്യേക സാഹചര്യത്തിലാണല്ലോ പെട്ടെന്ന് ഇത്തരം അത്യാപത്ത് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു ആ ക്രിട്ടിക്കൽ ഇഷ്യൂസ് ഒക്കെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ അതിനൊരു എന്താ പറയാ ശരിക്കുള്ള സ്റ്റോർ ഹോൾഡർ ഇല്ലെങ്കിൽ പെട്ടെന്ന് ആവശ്യം നിറവേറ്റാൻ വേറൊരാളെ നമ്മൾ നിയമിക്കുന്നു. അതൊക്കെ സാധാരണ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഇനി ഒരു സെപ്പറേറ്റ് കീ, ഈ എമർജൻസി സ്റ്റോറുകളൊക്കെ നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ അതിന് സെപ്പറേറ്റ് കീ ഹോൾഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം മറ്റ് മെയിൻ ആയിട്ടുള്ള ഫാർമസിയിൽ നിന്നും എന്താ പറയാ നമുക്ക് ഇതുമായിട്ട് ഇച്ചിരി വ്യത്യാസം ഉണ്ടല്ലോ, ഇതിപ്പോ നമുക്ക് താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ അതിനൊരു സെപ്പറേറ്റ് കീ അവിടെയുള്ള മെഡിസിൻസ് നമുക്ക് പറ്റുമൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ അതും അവൈലബിൾ ആയിരിക്കും. സെപ്പറേറ്റ് സെറ്റ് ഓഫ് എമർജൻസി കീസ് ഫോർ ദ സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ഫാർമസി. ഇങ്ങനെ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഫാർമസിക്കും അതുപോലെ സ്റ്റോർ ഡിപ്പാർട്ട്മെന്റുകൾക്കും ഒക്കെ ഈ ഒരു പർപ്പസിന് വേണ്ടി മാത്രം സെപ്പറേറ്റ് കീസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, സാധാരണ ഗതിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു മാത്രം. വായിച്ചു നോക്കിയാൽ മതി. അവിടെ അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നമ്മുടെ അറിവിലേക്കാണ്. അടുത്തത് എന്താ, ഒരു ബ്ലഡ് ബാങ്ക്. കാരണം hospitals when some disaster occur they need a lot of blood in different groups. പല ഗ്രൂപ്പിലുള്ള പല ബ്ലഡുകളുടെയും ആവശ്യം വരാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല അങ്ങനെ വരുമ്പോ ഒരുപാട് there will be a large number of blood donors will arrive at the hospital. ചിലപ്പോ അവർ എന്താ പറയാ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യും, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. സന്നദ്ധരായിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് അല്ലെ അതിന് വേണ്ടിയിട്ട്. കാരണം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന സ്ഥലത്തേക്ക് ഒരുപാട് ആളുകൾ, അത് ഒരു സഹായം തന്നെയാണ്, ഒരു ഹെൽപ്പാണ് അല്ലെ. ദൂരങ്ങൾ താണ്ടി ചില ആളുകളൊക്കെ വന്ന് അവരുടേതായ രീതിയിൽ എന്തൊക്കെ സോഷ്യൽ മീഡിയ വഴി അപ്പൊ തന്നെ പബ്ലിഷ് ആകുമല്ലോ. അന്നേരം എന്ത് ചെയ്യും, ഒരുപാട് സ്ഥലത്തുനിന്ന് എന്താ പറയാ ആളുകളൊക്കെ കൂടുതലും എന്താ പറയാ ജെൻസ് ആയിട്ടുള്ളവര് അല്ലെ, മെയിൽസ് ആയിട്ടുള്ളവര് പുരുഷന്മാരാണ് ഇതിന് വേണ്ടിയിട്ട് സ്വയം റിസ്ക് എടുത്ത് പോകുന്നുണ്ട് ഈ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ ഇത്തരം സ്ഥലങ്ങളിലേക്ക്. അപ്പൊ എന്താണ്, നമുക്ക് അത്രയും ഡൊണേഷൻസ് വരുമ്പോ അത്രയും ബ്ലഡിനെ നമുക്ക് ഹോൾഡ് ചെയ്യണം അല്ലെ, ബ്ലഡ് പല ഗ്രൂപ്പിലായിട്ട്. അപ്പൊ അതിനെ കുറിച്ച് ഒരു നേരത്തെ കൂടി ചിന്തിച്ച് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ബ്ലഡ് ഡോണേഴ്സിന്റെ ബ്ലഡ് റിസീവ് ചെയ്യാനും അത് കളക്ട് ചെയ്യാനും ആൻഡ് ഓൾസോ അത് ലാർജ് ക്വാണ്ടിറ്റിയിൽ ലാർജ് സ്കെയിലിൽ അത് ഹോൾഡ് ചെയ്യാൻ സ്റ്റോർ ചെയ്യാനുള്ള കാര്യങ്ങളും ആ ഡിസാസ്റ്റർ പ്ലാനിൽ നേരത്തെ കൂടി വെക്കണം.
കാരണം അല്ലെങ്കിൽ നമ്മളിപ്പോ അന്വേഷിക്കണം ഇന്നൊരാൾക്ക് ഒരു അസുഖം വന്നിട്ടുണ്ട്, ആൾക്ക് ഉത്തര ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ബി പോസിറ്റീവ് ആയിട്ടുള്ള ഇത്രയും ബോട്ടിൽസ് ഓഫ് ബ്ലഡ് ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് പരസ്യമൊക്കെ ചെയ്യേണ്ടി വരും. ഇത്തരം കേസസിൽ അങ്ങനെയില്ല, പരസ്യമൊന്നും ചെയ്യണ്ട. അല്ലാണ്ട് തന്നെ നാടുകളിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ഇങ്ങനെ വരും. അപ്പൊ ഇതെല്ലാം ആളുകൾ കൊടുക്കാൻ തയ്യാറായിട്ട് വരുന്നത്. അപ്പൊ ഗ്രൂപ്പ് വൈസ് ആയിട്ട് അതൊക്കെ വാങ്ങിക്കാനും കളക്ട് ചെയ്ത് അതൊക്കെ സ്റ്റോർ ചെയ്തൊക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടായിരിക്കണം. അത് ഡിസാസ്റ്റർ വരുന്ന സമയത്ത് ഒരുക്കല്ല, പ്രീ പ്ലാൻഡ് ആയിട്ട് പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിരുന്നത്. ക്ലിയർ ആയോ? ബ്ലഡ് ബാങ്ക് അതിനകത്ത് 2 സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ആ ബ്ലഡ് ബാങ്കിന്റെ 2 സെന്റൻസ് ഒന്നും അണ്ടർലൈൻ ചെയ്യണം. ഇഫ് ദ ഹോസ്പിറ്റൽ ഹാസ് ഇറ്റ്സ് ഓൺ ബ്ലഡ് ബാങ്ക്, എ ലാർജ് നമ്പർ ഓഫ് volunteer donors are bound to approach it for blood donation. ബ്ലഡ് ബാങ്ക് ഉണ്ട്, മിക്കവാറും ഹോസ്പിറ്റൽസിലൊക്കെ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരുപാട് ബ്ലഡ് ഡോണേഴ്സ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി വരാം. ദിസ് ഷുഡ് ബി ഫോർ തോട്ട്, അതിനെ കുറിച്ച് ചിന്തിച്ച് അലൈൻമെന്റ് മെയ്ഡ് ഫോർ റിസപ്ഷൻ ഓഫ് ഡോണേഴ്സ്, ഡോണേഴ്സിനെ ബ്ലഡ് ഡോണർമാരെ സ്വീകരിക്കാനും ബ്ലഡ് കളക്ട് ചെയ്യാനും ബ്ലഡ് സ്റ്റോർ ചെയ്യാനും ലാർജ് ക്വാണ്ടിറ്റിയിൽ, ലാർജ് സ്കെയിലാണ്, വൻതോതിൽ അത് സ്റ്റോർ ചെയ്യാനുമുള്ള കാര്യങ്ങൾ ചിന്തിച്ച് ഉണ്ടാക്കി അതിനുള്ള സൗകര്യം ഉണ്ടാകണം എന്നാണ്. ക്ലിയർ? ക്ലിയർ അല്ലേ? സിമ്പിളല്ലേ അതൊക്കെ? ഓക്കെ. ദെൻ ഫിസിക്കൽ പ്ലാൻ. ഫിസിക്കൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇനി ഒരു ഹോസ്പിറ്റലില് ഡിസാസ്റ്ററിനെ നമുക്ക് ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ചില ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, ഭൗതികമായ ചില പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ശരിയല്ല മറ്റ് എന്താ പ്ലാന്റ് വേറെ കേട്ടിട്ടുണ്ടല്ലോ, പ്ലാന്റ് മിഷനറി അല്ലെ, ചില പ്രത്യേക യന്ത്രങ്ങളോ അല്ല സാമഗ്രികളോ ഒക്കെ ഹോസ്പിറ്റലിൽ എന്താ പറയാ ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഹോസ്പിറ്റൽസിൽ പല സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ഡിസാസ്റ്ററിനെ നമുക്ക് ഫേസ് ചെയ്യാനായിട്ട് ചില മെഷീനറീസിന്റെ ചില പ്ലാന്റ് ചില സാധനങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ്. അപ്പൊ അങ്ങനെ വേണ്ട ചില സാധനങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദാറ്റ് മീൻസ് നമുക്കറിയാം ഹോസ്പിറ്റൽ ഈസ് വെൽ ഫർണിഷ്ഡ് വിത്ത് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി എല്ലാ ഹോസ്പിറ്റൽസിലും ഉണ്ട്. കാരണം ഇലക്ട്രിസിറ്റി ഇല്ലാതെ ഒരു കാര്യവും ഹോസ്പിറ്റൽസിൽ നടക്കില്ല. പല മെഷീനറീസും ഫംഗ്ഷൻ ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി പവർ ഉപയോഗിച്ചിട്ടാണ് അല്ലെ, കറക്റ്റ് പ്രവർത്തിക്കുന്നല്ലേ പല മെഷീൻസും. കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, ഫാൻ ഉണ്ട്, അവിടെ എന്താ പറയാ പലതരത്തിലുള്ള AC ഒക്കെ ഉള്ള ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ട് അല്ലെ. അതുപോലെ അപ്പൊ എല്ലാ മിക്കവാറും മെഷീൻസ് ഒക്കെ പ്രവർത്തിക്കുന്ന എക്സ്റേ യൂണിറ്റ് എല്ലായിടത്തും എന്താണ് പവർ അത്യാവശ്യമാണ്. അപ്പൊ പവർ സപ്ലൈയുടെ ഒരു ഫെയിലിയർ ഉണ്ടായാൽ we should have to think about a secondary source. കണ്ടോ, പെട്ടെന്ന് നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിലെ പവർ സിസ്റ്റം ഫെയിലിയർ ആയിപ്പോയി, അതിന് കറണ്ട് പോയി എന്ന് അല്ലെ. അപ്പൊ എന്ത് പറ്റും? അപ്പൊ നമുക്ക് ഈ പറയുന്ന എല്ലാ ഫങ്ഷൻസും ചിലപ്പോൾ അവതാളത്തിലാകാൻ സാധ്യതയുണ്ട്. സോ ആവശ്യത്തിന് കറണ്ട് പവർ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് മറ്റൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഓൾട്ടർനേറ്റീവ് സോഴ്സ് ഓഫ് പവർ സപ്ലൈ ഷുഡ് ബി ആഡഡ്. ആ നോർമൽ പവർ സപ്ലൈയുടെ കൂടെ ഒരു ഓൾട്ടർനേറ്റീവ് പവർ സപ്ലൈ എന്തായാലും ഹോസ്പിറ്റൽസിൽ ഉണ്ടായിരിക്കണം. അതിന് പകരം ഉപയോഗിക്കാൻ പറ്റിയ എന്ത് പ്ലാന്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം? എന്ത് ഇൻസ്ട്രുമെന്റ് നമുക്ക് അതിന് വേണ്ടി ഉപയോഗിക്കാം? യെസ്, ഒബ്വിയസ്ലി ജനറേറ്റർ തന്നെയാണ്. അപ്പൊ നല്ല ഹൈ പവറിന്റെ ആയിട്ടുള്ള ജനറേറ്റർ ഒക്കെ പല രീതിയിലുണ്ട് കേട്ടോ. അപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റലിലാവുമ്പോൾ വലിയ ഒരുപാട് മെഷീൻസ് പ്രവർത്തിപ്പിക്കണം അല്ലെ. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എല്ലാ റൂമുകളിലും ഒക്കെ ലൈറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ ഒത്തിരി ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം പ്രവർത്തിപ്പിക്കണമെങ്കിൽ അത്രയും വാട്ട്സ് ഒക്കെ കൂടുതലുള്ള ജനറേറ്റർ തന്നെ ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ ഒരു സെക്കൻഡറി ഓപ്ഷൻ അവിടെ ഉണ്ടാകണം. അയ്യോ കറണ്ട് പോയി, ജനറേറ്റർ ഇല്ല, എല്ലാ ഡോക്ടർമാരും ചിലപ്പോൾ സർജറി ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ വെട്ടവും വെളിച്ചൊന്നും ഇല്ലാണ്ടൊക്കെയാണോ സർജറി ഒക്കെ നടത്താൻ പറ്റുക? ഇല്ല. അപ്പൊ പിന്നെ ചില ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ അവർ പ്രവർത്തിപ്പിക്കണമെങ്കിൽ കറണ്ട് വേണം. അപ്പൊ അതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നോക്കിയിരിക്കാൻ പറ്റുമോ? ഇവിടെ കിടക്കുന്നത് പേഷ്യന്റിനെ ചിലപ്പോ സീരിയസ് സിറ്റുവേഷനിലുള്ള ആളായിരിക്കാം. അപ്പൊ ആളെ നോക്കുന്നതിന് ഇടയ്ക്ക് കറണ്ട് വന്നിട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടിരിക്കാൻ പറ്റുമോ? ഇത് കാര്യമില്ല. ഹോസ്പിറ്റൽസിൽ എപ്പോഴും ഒരു ഓൾട്ടർനേറ്റീവ് പവർ സപ്ലൈ ഉണ്ടായിരിക്കണം. പിന്നെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അതുപോലെ തന്നെ മറ്റ് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്, അതുപോലെ എക്സ്റേ ലാബ് എക്യുപ്മെന്റ്, മറ്റ് ഇലക്ട്രിക് സപ്ലൈസ്, ഇതൊക്കെ എല്ലാത്തിനും ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ടായിരിക്കണം. ഒക്കെ വേറെ ഏതെങ്കിലും ഇപ്പൊ സാധാരണയുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഫോണിൽ കൂടിയാണ് വിളിച്ച് മറ്റു കാര്യങ്ങളൊക്കെ മറ്റു ഡിപ്പാർട്ട്മെന്റിൽ അറിയിക്കുന്നത്. അത് കൂടാതെ വേറൊരു സിസ്റ്റം ഉണ്ടായിരിക്കണം. മനസ്സിലായോ? മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ റേഡിയോ പേജിംഗ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞില്ലേ, അത് സിസ്റ്റം മതി. അപ്പൊ ഏതെങ്കിലും ഒരു സെക്കൻഡ് ഓപ്ഷൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കണം. എക്സ്റേ യൂണിറ്റില് ലാബ് എക്യുപ്മെന്റുകൾ ഒക്കെ അത് ഉള്ളത് പോരാണ്ട് വരും, കുറച്ചുകൂടി വേറെ വേണ്ടി വരും. മറ്റ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ് എന്തൊക്കെയാണോ അത് ചിലപ്പോൾ നേരത്തെ നിലവിലുള്ളത് പോരാണ്ട് വരും. അപ്പൊ എന്തിനും ഈ ഫിസിക്കൽ ആയിട്ടുള്ള ഭൗതികമായിട്ടുള്ള എന്ത് മെഷീനറീസോ എക്യുപ്മെന്റുകളോ പ്ലാന്റുകളോ എന്തൊക്കെയുണ്ടോ അതിനൊക്കെ ഒരു സെക്കൻഡറി ഒരു സാധനം കൂടി വേണം. സഫീഷ്യന്റ് ആയിട്ടുള്ള ഇത് ഇല്ലെങ്കിൽ നമുക്ക് മറ്റൊന്നും കൂടി ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ,
ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള ഫ്യൂവൽസ്, സഫീഷ്യന്റ് ഫ്യൂവൽ, ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് ഇന്ധനങ്ങളൊക്കെ വേണ്ടി ആവശ്യമുണ്ടെങ്കിൽ, നെസസറി ആണെങ്കിൽ അതും നമുക്ക് ചിലപ്പോൾ കൂടുതൽ സമയമൊക്കെ ചിലപ്പോൾ ജനറേറ്റർ ഒക്കെ ഉപയോഗിക്കേണ്ടി വരികയാണെങ്കിലേ മറ്റേതെങ്കിലും തരത്തിലുള്ള ഫ്യൂവൽസ് നമുക്ക് ഉപയോഗിച്ച് വേറെ ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ പ്രവർത്തിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെന്താ, പിന്നെ അവൈലബിലിറ്റി ഓഫ് വാട്ടർ, വെള്ളം സാധാരണഗതിയിൽ എത്രയാണോ അതിനേക്കാൾ കൂടുതൽ ആവശ്യകത ഏതിൽ വരും, ഡിസാസ്റ്റർ വരും. സോ സഫിഷ്യന്റ് ക്വാണ്ടിറ്റീസ് ഓഫ് വാട്ടർ, അതുപോലെ തന്നെ വാട്ടർ കൺസർവേഷൻ, അത് വെള്ളം ആവശ്യത്തിനുണ്ട്, പക്ഷെ പെട്ടെന്ന് കാര്യം ആ വെള്ളത്തിന്റെ ലഭ്യത നിലച്ചു പോയാൽ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ വേറെ ഒന്നാ, അപ്പൊ അതിന് കൺസർവ് ചെയ്ത് വെക്കണം, കുറച്ച് നമ്മൾ ശേഖരിച്ച് വെക്കാനുള്ള ഒരു ഓപ്ഷൻ. ഓക്കെ, അതും നമ്മൾ ചിന്തിക്കണം, ഡിസാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തണം, അല്ലെ? അപ്പൊ ഡിസാസ്റ്റർ ഒക്കെ ഇരുന്ന് കേട്ടെ അപ്പൊ തന്നെ അതിന് എന്തെങ്കിലും സാധ്യതകളോ മുൻകൂട്ടി വാർണിങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഫേസ് ചെയ്യാൻ അപ്പോഴേ തുടങ്ങി നമ്മൾ ഈ പറയുന്ന ഒരുക്കങ്ങൾ എല്ലാം ചെയ്യണം. ആ ഒരുക്കത്തില് ഇത്തരം ഫിസിക്കൽ പ്ലാന്റുകളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തോളണം, ചിന്തിച്ചോളണം. ഒരു നമ്മുടെ വീട്ടില് സാധാരണ ദിവസങ്ങളിൽ നോർമലി അങ്ങനെയൊക്കെ നടക്കുന്നത്, നമ്മുടെ വീട്ടില് ഏതെങ്കിലും വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇത്രയും ആളുകൾ അധികം വരുന്നത്, അപ്പൊ നമ്മളൊരു സെക്കൻഡറി ഓപ്ഷൻ, പെട്ടെന്ന് വെള്ളം നിന്നുപോയി, അപ്പൊ നമുക്കൊരു സെക്കൻഡറി ഓപ്ഷൻ വെള്ളത്തിന്, അല്ലെ? കറണ്ട് പോയി വരുന്നവരെയൊക്കെ നമ്മൾ ബുദ്ധിമുട്ടാക്കും, ചൂടെടുത്തത് കിടക്കാൻ പറ്റില്ല, അപ്പൊ ഒരു സെക്കൻഡറി ഓപ്ഷൻ. കണ്ടോ, അതന്നെ ഹോസ്പിറ്റലിലാവുമ്പോ ആ ഹോസ്പിറ്റലിൽ ബന്ധപ്പെട്ട സാധനങ്ങൾ അതിലൊക്കെ സെക്കൻഡറി ഓപ്ഷനിലുള്ള വേറെ എന്തെങ്കിലും ആവശ്യം വേണ്ടി വരും. പിന്നെ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഇൻഡിപെൻഡന്റ് സോഴ്സ് ഓഫ് വാട്ടർ വേണം. എന്ന് വെച്ചാൽ എന്താ, നമ്മള് എന്താ പറയാ, നമുക്ക് നമ്മള് പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന വെള്ളമുണ്ട്, അല്ലെ? നമുക്ക് സാധാരണ വെള്ളം, അതല്ലാതെ നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിലുള്ള വെള്ളം ഒക്കെ കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുക. ആ വാട്ടർ ക്ലോറിനേറ്റ് ചെയ്തൊക്കെ ആയിരിക്കണം. അതുപോലെ തന്നെ അത് ഉപയോഗിക്കുമ്പോൾ ക്ലോറിനേറ്റ് ചെയ്തൊക്കെ ഉപയോഗിച്ചാൽ മാത്രം മതി. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ആക്ഷനിൽ, നമുക്ക് ഇത്തരം ഡിസാസ്റ്റർ ആക്ഷനിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നോക്കിയാൽ ഇപ്പൊ നമ്മള് എന്താ പറയാ, ഹോസ്പിറ്റലിൽ ഒരു വെള്ളമൊക്കെ ഇല്ല, ആവശ്യത്തിന് വെള്ളമില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മറ്റ് വെള്ളമൊക്കെ ചീത്തയായിപ്പോയി, കണ്ടാമിനേറ്റഡ് ആയിപ്പോയി, ചിലപ്പോ അണുക്കളൊക്കെ വീണിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അണുമുക്തമാക്കി അത് എന്താ പറയാ, അതൊക്കെ ക്ലോറിനേറ്റ് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വെള്ളമൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് ഉണ്ടായിരിക്കണം. പിന്നെ ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി ലോണ്ടറി സാധാരണ ഹോസ്പിറ്റൽസിലുണ്ട്. ലോണ്ടറി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ലിനൻസും മറ്റു കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യാനും അത് സ്റ്റിഫ് ആക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. അത് ഒരു അഡീഷണൽ ആയിട്ട് ചിലപ്പോൾ ഇത്തരം സിറ്റുവേഷൻസിൽ വേണ്ടി വരും. അതെല്ലാം എന്താ പറയാ, ആ നോർമൽ ആയിട്ടുള്ള ലോണ്ടറി പോരാതെ നമുക്ക് ചിലപ്പോൾ അഡീഷണൽ ആയിട്ട് ചില ഒത്തിരി ഈ പേഷ്യൻസിന്റെ ഒക്കെ സാധനങ്ങളൊക്കെ ചിലപ്പോൾ വരുമല്ലോ, അതൊക്കെ അഡീഷണൽ ആയിട്ടുള്ള ലോണ്ടറി നമുക്ക് അതിന് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ഓക്കെ, അതുപോലെ തന്നെ ബിൽഡിംഗ് മെയിൻ്റെനൻസ് മെറ്റീരിയൽസ്, നമ്മൾ ബിൽഡിങ്ങിൽ എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകളൊക്കെ ബിൽഡിങ്ങിലെ പല എക്യുപ്മെന്റുകൾക്കോ പ്ലംബിംഗ് ഒക്കെ കേടായി കിടക്കുകയാണ്, അപ്പൊ അതൊക്കെ നോക്കി നേരത്തെ കൂട്ടി അത് പരിശോധിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ അതിന്റെ ബന്ധപ്പെട്ട ജോലിക്കാരൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ ചെയ്യാം, ക്ലിയർ ആക്കി വെക്കുക, അല്ലെ? മെയിൻറ്റെയിൻ ഒക്കെ ചെയ്ത് വെക്കുക. അഡീഷണൽ മെറ്റീരിയൽസും അതുപോലെ ബിൽഡിംഗ് മെയിൻ്റെനൻസും ഒക്കെ കറക്റ്റ് ആയിട്ട് വെക്കുക. ദെൻ ഇൻ കേസ് ഇഫ് എനി ഫയർ ബ്രേക്ക് ഔട്ട്, ഇനി എന്തെങ്കിലും തരത്തിലുള്ള തീപിടുത്തോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ should be capable of being intensively, അത് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പന്ന് എത്രയും പെട്ടെന്ന് ആ ഫയർ ഫൈറ്റ് ചെയ്യാനുള്ള ഫയർഫോഴ്സ് ഒക്കെ ഉണ്ട്. അത് കൂടാതെ മറ്റേതെങ്കിലും വീട്ടിൽ ഇപ്പൊ നമുക്കറിയാലോ, ഹോസ്പിറ്റൽസിലൊക്കെ ഫയർ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ അവിടെ തന്നെ ഉണ്ട്. ഒരു കുഞ്ഞ് നമ്മുടെ ഗ്യാസ് സിലിണ്ടറിന്റെ പോലത്തെ കുഞ്ഞിത് കണ്ടിട്ടുണ്ടോ ഹോസ്പിറ്റൽസില്? ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഓൾറെഡി ഹോസ്പിറ്റലിലുണ്ട്. പക്ഷെ അത് മാത്രം ഉപയോഗിച്ചാല് ചിലപ്പോ ഇവിടുത്തെ ഈ ഫയറിനെ കെട്ടാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ നമ്മളൊരു സെക്കൻഡറി ചോയ്സ്, അല്ലെ? വേറെ രീതിയിൽ അത് നമ്മൾ അതിന് എന്താ പറയാ, ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സ് നമ്മൾ ഇൻസ്റ്റോൾ ഹോസ്പിറ്റലിൽ ചെയ്ത് വെച്ചിരിക്കണം എന്നാണ് പറയാം. പിന്നെ മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് ഫയർ ഇങ്ങനെയൊക്കെ വല്ലയിടത്തൊക്കെ തീപിടുത്തമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ, അതിന് വേണ്ടിയിട്ടുള്ള ഫയർ ഫൈറ്റിംഗ് ഡ്രിൽസ് ഒക്കെ റെഗുലർ ആയിട്ട് ഉള്ള ചെക്കിംഗ് ഒക്കെ നടത്തി മെഡിക്കൽ ഫയർ ഫൈറ്റിംഗ് ഡ്രിൽസ് ഹാവ് ടു ബി ഇൻകോർപ്പറേറ്റഡ്. അതിനെ എതിർക്കാനുള്ള അല്ലെങ്കിൽ ചെറുക്കാനുള്ള ഫയർ ഫൈറ്റിംഗ് പ്ലാനിൽ നമുക്ക് ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് പറയുന്നത്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഫിസിക്കൽ ആയിട്ടുള്ള പ്ലാൻസ് ഒക്കെ നമ്മളൊരു സെക്കൻഡറി സോഴ്സോ അല്ലെങ്കിൽ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു യൂണിറ്റോ നമ്മൾ അതിന് വേണ്ടി ഓപ്പൺ ചെയ്യണം. ആൻഡ് ഇനി മറ്റൊരു കാര്യം, മറ്റൊരു ഫിസിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻസിനറേറ്റർ ആണ്. എന്താ ഇൻസിനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംഭവമാണ്, അല്ലെ? അതൊരു എക്യുപ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു മെഷീനറി ആണ്, അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ആണ്. അപ്പൊ ഹോസ്പിറ്റൽ
മിക്ക ഹോസ്പിറ്റൽസിലും ഒരു ഇൻസിനറേറ്റർ ഉണ്ട്. ഹോസ്പിറ്റൽ വേസ്റ്റ് ഒക്കെ എന്താ പറയാ ഡിസ്പോസ് ചെയ്യാനുള്ളത് അതൊരു ആവശ്യമാണ്, നെസസിറ്റി ആണ് ഹോസ്പിറ്റൽസിന്. അപ്പൊ നമ്മുടെ ഈ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത്തരം ഡിസാസ്റ്റർ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഏതെങ്കിലും രീതിയിൽ ആ ഇൻസിനറേറ്റർ വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കൂടുതൽ സാധനങ്ങൾ നമുക്ക് വേസ്റ്റ് ആയിട്ട് വരുന്നു, അങ്ങനെ വരുമ്പോഴും നമ്മൾ ഈ ഹോസ്പിറ്റൽ വേസ്റ്റ് ഒക്കെ നമുക്ക് എന്താ പറയാ കത്തിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ അത് യാഥാക്കാനായിട്ടുള്ള ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം ഉണ്ടാവില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻസിനറേറ്റർ എന്തായാലും ഉണ്ടാക്കി വെച്ചേക്കണം. ഒരു വേറൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇതിനു വേണ്ടി മറ്റൊരു എണ്ണം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കണം എന്നാണ് പറയുന്നത്. ടെമ്പററി ആയിട്ട്. ഓക്കെ, അപ്പൊ വേറൊരു എടുത്തുന്നോ അല്ലെങ്കിൽ എവിടെന്നോ എങ്കിലൊക്കെ നമുക്ക് ഏറ്റവും അടുത്തുനിന്ന് ഏറ്റവും റീച്ചബിൾ ആയിട്ടുള്ള ഏറ്റവും അടുത്ത് ചെന്ന് അത് വാങ്ങിച്ചെടുക്കാൻ പറ്റി അതിൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തൊന്നും, അല്ലാതെ ഒത്തിരി ദൂരെ നിന്നൊക്കെ കൊണ്ടുവന്നിട്ട് ഉള്ള കാര്യങ്ങളല്ല ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ സഫീഷ്യന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്വാണ്ടിറ്റീസ് ഓഫ് എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ എല്ലാം തന്നെ, അതുപോലെ തന്നെ ഇൻസെക്ടിസൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിടന്ന് വേസ്റ്റ് കുറെ കിടന്നിട്ട് കുറെ ഇൻസെക്ട്സ് അവിടെ പെരുകാൻ സാധ്യത, അതൊക്കെ ഇല്ലാതാക്കി അതുപോലെ ഹൈജീനിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കെമിക്കൽസ് മറ്റൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കണം. അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിന് എവിടെ നിന്ന് കിട്ടും എന്നുള്ളത് റിസർവ് ചെയ്ത് വെക്കണം. ആ സപ്ലൈ എവിടെ നിന്ന് വരും എന്നുള്ളത് റിസർവ് ചെയ്ത് വെക്കേണ്ടത്. ഇതിനൊക്കെ പ്രിക്കോഷൻസ് നമുക്ക് ബി ടേക്കൺ. ഒക്കെ ഒരു പ്ലാന്റിന്റെ കാര്യം പറഞ്ഞേക്കുന്നതാണ് കേട്ടോ. അപ്പൊ ആദ്യത്തെ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഫിസിക്കൽ പ്ലാന്റിൽ ഞാൻ പറയുന്നത് സെന്റൻസുകളൊന്ന് underline ചെയ്യാം. Hospital must have an alternate standby source of power additional to the normal municipal supply of operate loads, communication system, X-ray and lab equipment and other electrical appliances. ആ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനൊന്നും അവിടെ ഫുൾ സ്റ്റോപ്പ് ഒന്നും ഇല്ല കേട്ടോ. ഒറ്റ സെന്റൻസ് ആണ് ഇത്. അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ സെലക്ട് ചെയ്യുന്നത് ഒരു ഫുൾ സെന്റൻസ് ആണ്. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഒന്നും ഇല്ല കേട്ടോ. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് മുമ്പിൽ ഒരു ഫുൾ സ്റ്റോപ്പ് കാണുന്നതില്ല കേട്ടാ. സാധാരണ നമുക്ക് കിട്ടുന്ന പവർ സപ്ലൈക്ക് പുറമെ അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അതുപോലെ അവിടുത്തെ ലാബ്, മറ്റ് കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കാൻ, ഇലക്ട്രിക്കൽ ഉപകരണങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കാൻ വേണ്ട ഹോസ്പിറ്റലിൽ ഒരു ഓൾട്ടർനേറ്റ് പവർ സപ്ലൈ ഉണ്ടായിരിക്കണം. അതാണ് ഫസ്റ്റ് സെന്റൻസ്. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ ഏതാ അണ്ടർലൈൻ ചെയ്യേണ്ടത്? അടുത്ത സെന്റൻസ് അണ്ടർലൈൻ ചെയ്യേണ്ടത് അവൈലബിലിറ്റി ഓഫ് സഫിഷ്യന്റ് ക്വാണ്ടിറ്റീസ് ഓഫ് വാട്ടർ. അത് availability of sufficient quantity of water and water conservation have to be given a thought. ഇതൊക്കെ ഡിസാസ്റ്ററിലുള്ള ഫിസിക്കൽ പ്ലാന്റിനകത്ത് വരുന്നതാണ്. പിന്നെ if there is a damage to the hospital mechanical laundry, provision for additional laundry service will have to be made. അതും അടയാളപ്പെടുത്താം കേട്ടോ. അതായത് ഹോസ്പിറ്റലിന്റെ മെക്കാനിക്കൽ ലോണ്ടറി സിസ്റ്റം ഫെയിലിയർ ആണ് എങ്കിൽ മറ്റൊരു അഡീഷണൽ ലോണ്ടറി സർവീസ് എന്തായാലും ഉണ്ടാക്കണം. ഓക്കെ, അത്രയും ചെയ്താണ്. അടുത്ത ഫിസിക്കൽ പ്ലാന്റ് ഇൻ ദ ഇവന്റ് ഓഫ് എ ബ്രേക്ക് ഔട്ട് ഓഫ് ഫയർ പൊട്ടി എന്താ പറയാ ബ്ലാസ്റ്റ് ആയി കഴിഞ്ഞാൽ എന്താണ്, ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെന്റ് ഇൻസ്റ്റാൾഡ് ഇൻ ദ ഹോസ്പിറ്റൽ ഷുഡ് ബി കേപ്പബിൾ. ഇൻസ്റ്റാൾഡ് ഇൻ ദ ഹോസ്പിറ്റൽ അവിടെ വരെ വന്നു. യെസ്, അടുത്തത് an incinerator for disposal of hospital waste has become necessity. Now വേണ്ട, അവിടെ വരെ മതി, നെസസിറ്റി വരെ മതി കേട്ടോ. ഇൻസിനറേറ്റർ വേണം. ഇനി ആ ഇൻസിനറേറ്റർ നോൺ ഓപ്പറേഷണൽ കണ്ടീഷൻ ആണെങ്കിൽ എന്ന് വെച്ചാൽ എന്താ, പ്രവർത്തന രഹിതമാണ് എങ്കിൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻസിനറേറ്റർ എന്തായാലും ആവശ്യമുണ്ട്. അപ്പൊ അതുകൂടി അണ്ടർലൈൻ ചെയ്യണം. ഇഫ് ദ ഇൻസിനറേറ്റർ ബിക്കംസ് നോൺ ഓപ്പറേഷണൽ ഡ്യൂ ടു എനി റീസൺ, എ മേക്ക്ഷിഫ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻസിനറേറ്റർ വുഡ് ബി നെസസറി ടു ഡിസ്പോസ് ഹോസ്പിറ്റൽ വേസ്റ്റ്. അതുവരെ വായിച്ചു നോക്കാമോ ആ ഒരു പാരഗ്രാഫ്? ഫിസിക്കൽ പ്ലാന്റ് ഫുൾ ഒന്ന് വായിച്ചു നോക്കിയേ.
വായിച്ചാ ഇനിയില്ലേ? ഓക്കെ ആണല്ലോ അല്ലേ? മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് കുറെ ഇങ്ങനെ കുറെ റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് അതിന്റെ മെയിൻ കാര്യങ്ങൾ എന്താണ്? അപ്പൊ ഫിസിക്കൽ പ്ലാന്റുകൾ ഏതൊക്കെയാണ് സെപ്പറേറ്റ് അഡീഷണൽ ആയിട്ട് വേണ്ടത് ഏതൊക്കെയാണെന്ന് മനസ്സിലായി നിങ്ങൾക്ക്? എന്തൊക്കെയാണ്? അങ്ങനെ ഒരു ചോദ്യം വന്നാൽ എന്ത് ചെയ്യും? എന്തൊക്കെ ഫിസിക്കൽ പ്ലാന്റുകൾ ഒരു സെക്കൻഡറി സോഴ്സ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് പോലെ വേണ്ടത് ഏതൊക്കെയാ? അപ്പൊ ഒന്നാമത്തെ ഏതാ വേണ്ടത്? പവർ സപ്ലൈ അല്ലെ? പവർ സപ്ലൈ വേണം. പിന്നെന്താ? വാട്ടർ കൺസർവേഷൻ, വെള്ളം സംഭരിച്ചു വെക്കാനുള്ള ഒരു കാര്യം. പിന്നെ ഇൻസിനറേറ്റർ വേണം. പിന്നെ ഒരു മെക്കാനിക്കൽ ലോണ്ടറി. ഇതൊക്കെ കേട്ടോ, ഇതൊക്കെ സെപ്പറേറ്റ് വേണ്ടതാ. കാരണം അത്യാവശ്യം നല്ല ഇൻഫ്ലക്സ് ഓഫ് കാഷ്വാലിറ്റീസ് ഉണ്ടാകും. നല്ല ഒരു ഒഴുക്ക് എമർജൻസി സിറ്റുവേഷനിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിന് ഉണ്ടാകും. തീർച്ചയായിട്ടും അത്തരം സാഹചര്യങ്ങളിൽ ഈ പറഞ്ഞ വേസ്റ്റുകളൊക്കെ കുറച്ച് കൂടുതലായിരിക്കും. അപ്പൊ അവരിട്ടുകൊണ്ട് വന്നിരിക്കുന്ന ഡ്രസ്സൊക്കെ മൊത്തം ചിലപ്പോൾ കണ്ടാമിനേറ്റഡ് ആയി അല്ലെ? അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാൻ പറയാ, ഇനിയിപ്പോ അത് അലക്കി സൂക്ഷിക്കാനും പറ്റുന്നില്ല. അപ്പൊ അതൊക്കെ പെട്ടെന്ന് അണു വിമുക്തമാക്കിയൊന്നും എടുക്കാനും പറ്റില്ല. അപ്പൊ അതൊക്കെ ചിലപ്പോൾ നശിപ്പിച്ച് കളയേണ്ടി വരും. അപ്പൊ അതിനൊരു വേസ്റ്റ് ഡിസ്പോസൽ ഒരു പ്രൊസീജിയർ വേണം അവിടെ. ഇൻസിനറേറ്റർ മസ്റ്റ് ആണ്. ഇന്ന് എല്ലാ ഹോസ്പിറ്റൽസിലും മസ്റ്റ് ആണ്. കാരണം ഇന്നത്തെ കാലത്ത് ഒരു രോഗം എന്ന് പറയുന്നത് വന്നു കഴിഞ്ഞാൽ അത് 10 ആളിലേക്ക് വരാൻ അധികം സമയം എടുക്കുന്നില്ല. ബിക്കോസ് അത്രയും സ്പ്രെഡിങ് ഒരു എന്താ പറയാ കേപ്പബിലിറ്റി ഉള്ള ഇതുകളാണ് ഇപ്പൊ കൂടുതലും രോഗാളുകൾ. ഓക്കെ, യെസ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് എമർജൻസി മോർച്ചറി. ഇനി എന്താ? ഹോസ്പിറ്റൽ വിൽ ഓൾവേസ് ഹാവ് എ മോർച്ചറി. മിക്ക ഹോസ്പിറ്റൽസിലും ഇന്നുണ്ട്. ഹോസ്പിറ്റലിലൊക്കെ മിക്കവാറും മോർച്ചറീസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ പുതിയ സെക്കൻഡറി ഒരു എന്താ പറയാ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഓരോന്ന് വെക്കുന്നത് പോലെ തന്നെ പ്രോപ്പർ ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ ഹാവ് ടു ബി ഐഡന്റിഫൈഡ്. ചില ആൾക്കാർ മരിച്ചിട്ടുണ്ടാകും ആ ഡിസാസ്റ്ററിൽ കണ്ടിട്ട്. ആളാരാണെന്ന് അറിയണ ചെക്ക് നമുക്ക് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരും. ആളുടെ ഡെഡ് ബോഡിയിട്ട് അല്ലെ പ്രിസർവ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഡെഡ് ബോഡീസ് അത് ഡിസ്പോസ് ചെയ്യുന്നത് വരെ നമുക്ക് അതവിടെ ഉപയോഗിക്കേണ്ടി വരും. സോ ടു ഹോൾഡ് ദാറ്റ് ഡെഡ് ബോഡീസ് ഇസ് എ സീരിയസ് പ്രോബ്ലം. ബിക്കോസ് നമ്മുടെ ഹോസ്പിറ്റൽസിലെ സാധാരണഗതിയിലുള്ള മോർച്ചറി അതിന് സഫീഷ്യന്റ് ആയിട്ടുള്ളതായിരിക്കില്ല. ഒരു ഹോസ്പിറ്റലിലെ മോർച്ചറി എന്ന് പറയുന്നത് അവിടെ ഇത്ര പേർക്ക് ഡെഡ് ബോഡീസ് കൊണ്ടുവന്ന് കൂട്ടേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് എന്താ പറയാ എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നതല്ല. അപ്പൊ തീർച്ചയായിട്ടും അതിന് ഒരു എന്താ പറയാ ഒരു കേപ്പബിലിറ്റി ഉണ്ട്. അതിനപ്പുറം അതിനകത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരം കേസസിൽ ഇത്തരം എമർജൻസി സിറ്റുവേഷൻസ് കൂടുതൽ വരുമ്പോൾ സം നിയർ ബൈ ബിൽഡിംഗ്സ് ഓർ സം എംപ്റ്റി വെയർ ഹൗസസ് എന്ന് വെച്ചാൽ എല്ലാ സാധനങ്ങൾ കൊണ്ട് സ്റ്റോർ ചെയ്യുന്ന മുറികളോ അല്ലെങ്കിൽ മറ്റ് ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ വല്ല ഹോളോ അല്ലെങ്കിൽ എന്താ പറയാ ചില ഇത്രയും കുറച്ച് ആളുകളെ അധികം ഡെഡ് ബോഡീസ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും വലിയ ലാർജ് ആയിട്ടുള്ള എല്ലാ മുറികളോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് മോർച്ചറി. മോർച്ചറിക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. മോർച്ചറി എന്ന് പറയുന്ന സ്ഥലം ഹോസ്പിറ്റൽസിലെ ഡെഡ് ബോഡി സൂക്ഷിക്കുന്ന സ്ഥലമാണ്. ഡെഡ് ബോഡി അത് എന്തിനാ അങ്ങനെ സൂക്ഷിക്കുന്നത് എന്ന് വെച്ചാൽ പല കാരണങ്ങൾക്കുണ്ട്. ചിലപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ പർപ്പസിന് വേണ്ടിയായിരിക്കാം. ആളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാഞ്ഞതുകൊണ്ട്. പിന്നെ ആളുകൾ പറഞ്ഞോളൂ ഇത് ആരുടെ ബോഡിയാണെന്ന് അറിയാനായിട്ട് പേപ്പറിലൊക്കെ പരസ്യം ചെയ്ത് കഴിയുമ്പോൾ ആരെങ്കിലും അതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള എന്താ പറയാ ഫീച്ചേഴ്സ് നോക്കി അവിടെയുള്ള അടയാളം പറഞ്ഞിട്ട് അടയാളങ്ങൾക്ക് വെച്ചിട്ട് ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ വരും അന്വേഷിച്ച് വരുമ്പോ അവരാണ് ഐഡന്റിഫൈ ചെയ്തത് ഇത് ഇന്ന ആളുടെ ബോഡിയാണെന്ന്. അപ്പൊ ബന്ധപ്പെട്ടവരൊക്കെ വന്നിട്ട് വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് അത്രയും ദിവസം റോഡിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ വരാൻ ജയിലും ഇടാൻ പറ്റില്ലല്ലോ. പ്രിസർവ് ചെയ്ത് വെക്കണം. ഡെഡ് ബോഡീസ് അതിന് ഡീകേ സംഭവിക്കാതെ നശിച്ചു പോകാതെ അതവിടെ സൂക്ഷിക്കണം. ഓക്കെ, അല്ലെങ്കിൽ അതിന് അനുസരിച്ച് നമ്മുടെ സാധാരണ ഓപ്പൺ എയറിലൊക്കെ വെക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഇതുമായിട്ട് പ്രവർത്തിച്ച് അതിന് പല രീതിയിലുള്ള മാറ്റങ്ങൾ രൂപത്തിൽ മാറ്റങ്ങളൊക്കെ വരും. അപ്പൊ പറ്റൂല, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, ആളെ തിരിച്ചറിയില്ല. ഓക്കെ, അപ്പൊ അത്തരം ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത് ഹോൾഡ് ചെയ്ത് മോർച്ചറി എന്ന് പറയുന്ന സ്ഥലത്ത് സൂക്ഷിക്കുന്നത്. അപ്പൊ ഡ്യൂ ടു എമർജൻസി സിറ്റുവേഷൻ ഇൻ ഡിസാസ്റ്റർ, ഇത്തരം എമർജൻസി സിറ്റുവേഷൻസ് ഡിസാസ്റ്ററുകളൊക്കെ വരുമ്പോൾ ഒരുപാട് ഡെഡ് ബോഡീസ് വരും. അപ്പൊ ഇങ്ങനെയുള്ള എംപ്റ്റി ബിൽഡിങ്സ്, എംപ്റ്റി വെയർ ഹൗസസ് അല്ലെങ്കിൽ ഹോൾസ് ഒക്കെ ക്യാൻ ബി യൂസ്ഡ് ഫോർ ഹോൾഡിംഗ്
ഡെഡ് ബോഡീസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടെമ്പററി ആയിട്ട് താൽക്കാലികമായിട്ടാണ് ഇതൊക്കെ ഉപയോഗിക്കുക. അപ്പൊ ഒരു ടെമ്പററി എമർജൻസി മോർച്ചറി ഹാവ് ടു ബി സെറ്റപ്പ്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഒരു ഓൾട്ടർനേറ്റീവ് പ്ലാൻ. സാധാരണ മോർച്ചറി പറ്റില്ല, അതിന് വേറൊരു കൂലിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു എമർജൻസി മോർച്ചറിയോ നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. ഓക്കെ, ഹോസ്പിറ്റൽ മോർച്ചറി കനോട്ട് ബി യൂസ്ഡ്. അതിന് അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഹോസ്പിറ്റലിന്റെ മോർച്ചറി ഇത്തരം ഡിസാസ്റ്ററിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ ഹോൾഡ് ചെയ്യാൻ സാധാരണ ഹോസ്പിറ്റൽസ് റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ഹോസ്പിറ്റലിന്റെ മോർച്ചറി അതിനുവേണ്ടി ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ്. എന്ന് വെച്ചാൽ തീരെ ഉപയോഗിക്കാൻ പാടില്ലെന്നല്ല, മാക്സിമം ഷുഡ് നോട്ട് ബി യൂസ്ഡ്. അത് ഉപയോഗിക്കേണ്ട വേറെ താൽക്കാലികമായിട്ട്. കാരണം എന്താ, അത് ഇതിൽ നിന്നാണ് ഇപ്പൊ പെട്ടെന്ന് കൊണ്ടുവന്ന് അതൊക്കെ അവിടെ നിന്ന് റിലീവ് ചെയ്ത് പൊക്കോളും, കൊണ്ടുപോകേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റലിന്റെ മോർച്ചറി അതുകൊണ്ട് അത് പ്രിഫർ ചെയ്യുന്നില്ല. അപ്പൊ ഇനഫ് സ്പേസ് ഒക്കെ ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ അത്തരം ഹോസ്പിറ്റൽസിൽ ഡെഡ് ബോഡീസ് ഹോൾഡ് ചെയ്യാനൊക്കെ പറ്റിയില്ല എങ്കിൽ എന്ത് പറ്റും? ഇറ്റ് വിൽ ഹിൻഡർ ഓൾ ദ ഓപ്പറേഷൻസ്. ആ എല്ലാ നടപടിക്രമങ്ങളും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഡെഡ് ബോഡീസ് അവരുടെയൊക്കെ തങ്ങിക്കിടന്നാൽ മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടത്താനായിട്ട് ഹോസ്പിറ്റലിന് പറ്റില്ല. ഓപ്പറേഷൻസ് ഒക്കെ കൃത്യമായിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഡെഡ് ബോഡീസിന് ഇനഫ് സ്പേസ് കൊടുത്ത് അതിനെ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള പേഷ്യൻസിനെയൊക്കെ നമുക്ക് അതനുസരിച്ച് കൈകാര്യം ചെയ്യാനും അവരെയൊക്കെ നോക്കാനും പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ കുറിച്ച് നോക്കേണ്ടി വരും. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. പ്രോപ്പർ ഐഡന്റിഫിക്കേഷൻ, പ്രിസർവേഷൻ ആൻഡ് ഡിസ്പോസൽ ഓഫ് ഡെഡ് ബോഡീസ് ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ മെഡിക്കോ ലീഗൽ ഫോർമാലിറ്റീസ് ഈസ് എ സീരിയസ് പ്രോബ്ലം. ലീഗലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുക, ഐഡന്റിഫൈ ചെയ്യാനും ഒക്കെ ഒരു സീരിയസ് പ്രോബ്ലം ആയിട്ട് ഇന്ന് ഹോസ്പിറ്റൽസിൽ തീരുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ടു കാറ്റർ ടു ദ ലാർജ് നമ്പർ ഓഫ് ഡെഡ്, some nearby buildings, empty warehouses, halls or similar others have to be requisitioned for temporarily holding the increased number of dead bodies. അടുത്ത സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. അതുപോലെ വർദ്ധിച്ചു വരുന്ന ഡെഡ് ബോഡീസ് എന്ത് ചെയ്യണം, ഉൾക്കൊള്ളാൻ വേണ്ടി നമ്മൾ എംറ്റി ആയിട്ട് കിടക്കുന്ന വെയർ ഹൗസസ്, ഹാൾസ് അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു പല ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് അതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ആ രണ്ട് സെന്റൻസ് ആണ് ഇമ്പോർട്ടന്റ്. ഇനി സംടൈംസ് എയർ കണ്ടീഷൻഡ് ടെന്റ്സ് ക്യാൻ ബി ഓൾസോ കൺസ്ട്രക്റ്റഡ് കൺവീനിയന്റ് അറ്റ് എനി പ്ലേസ്. അതായത് ഹോസ്പിറ്റലിന്റെ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും ഒരു എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു ടെന്റ് പോലെ ഉണ്ടാക്കിയാലും മതിയെന്ന് ഈ ഡെഡ് ബോഡീസ് ഹോൾഡ് ചെയ്യാനായിട്ട്. ഇപ്പൊ ആവശ്യത്തിന് നമ്മൾ പറഞ്ഞ പോലെ ഇപ്പൊ അടുത്തൊന്നും വെയർ ഹൗസുകളോ അത്യാവശ്യം സൂക്ഷിക്കുന്ന സ്റ്റോർ പോലത്തെ അതുപോലത്തെ ബിൽഡിംഗ് ഇല്ല, അല്ലെങ്കിൽ മറ്റ് ഒഴിഞ്ഞു കിടക്കുന്ന ബിൽഡിംഗ് ഒന്നും ഇല്ല എങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് ഇങ്ങനെ വരാൻ എന്തെങ്കിലും ഇട്ടാൽ മതി എന്നാണോ? അല്ല, അതിനുവേണ്ടി താൽക്കാലികമായിട്ട് ടെന്റുകൾ പോലെ, പക്ഷെ അതിനകത്ത് എയർ കണ്ടീഷൻഡ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയും നമുക്ക് ഡെഡ് ബോഡീസ് ഹോൾഡ് ചെയ്യാൻ പറ്റും. എയർ കണ്ടീഷൻഡ് ആകുന്ന സമയത്ത് അവിടുത്തെ ടെമ്പറേച്ചർ ഷുഡ് ബി ബിറ്റ്വീൻ 4 to 6 ഡിഗ്രി. അത് ടു പ്രിവെന്റ് ഡീകേ. ഈ നമ്മളുടെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, പുറത്തുള്ള ആ ഒരു ടെമ്പറേച്ചറിൽ വെക്കുകയാണെങ്കിൽ അത് അവിടെ ആ ടെമ്പറേച്ചറുമായിട്ട് പ്രവർത്തിച്ച് അത് ഡീകേ വന്നുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ ശരീരം ഡെഡ് ബോഡി നശിച്ചുകൊണ്ടിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ഡീകമ്പോസിഷൻ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇങ്ങനെ കണ്ടീഷൻഡ് ആയിട്ടുള്ള, നമ്മൾ കണ്ടിട്ടില്ലേ ചില ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകളൊക്കെ റിലേറ്റീവ്സോ മറ്റു ആളുകൾ ദൂരെയൊക്കെ ആണെങ്കിൽ അവർ വരുന്നത് വരെ നമുക്ക് ഹോൾഡ് ചെയ്യണം. അന്നേരം എന്തിനാ വെക്കുന്നേ, അങ്ങനെ കണ്ടിട്ടില്ല ഡെഡ് ബോഡീസ് സൂക്ഷിക്കുന്നത്? ഫ്രീസറിൽ. അതന്നെ, ഫ്രീസർ എന്താ, തണുപ്പ് കിട്ടുന്ന, അതിൻ്റെ ഉള്ളിൽ തണുപ്പുണ്ട് അല്ലെ. നമ്മൾ അതിന്റെ പുറത്തെ കൂടി നോക്കിയാൽ അതിന്റെ ആ ഒരു മോയ്സ്ചർ ഇങ്ങനെ അല്ലെ ഫോഗ് പോലെ ഇങ്ങനെ മൂടിക്കുന്നത് കാണാം. അതിന് വേണ്ടിയിട്ടാ ആ ഡെഡ് ബോഡി ഡീകേ ചെയ്യാതിരിക്കാനാണ്. ഡീകേ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഒരു ടെന്റ് പോലെയൊക്കെ ഉണ്ടാക്കി അത് 4 to 6 ഡിഗ്രി ആ ഒരു ടെമ്പറേച്ചർ ഹോൾഡ് ചെയ്ത് ഡെഡ് ബോഡീസ് നമുക്ക് കുറച്ച് താൽക്കാലികമായിട്ട് സൂക്ഷിക്കാൻ പറ്റും. അപ്പൊ ബിൽഡിങ്സ് അവൈലബിൾ അല്ലെങ്കിൽ അങ്ങനെയും ചെയ്യാം. ആ സെന്റൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ആ ഒരു ടെമ്പറേച്ചറിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കൊരു 2 പേജ് കൂടെ ഉള്ളൂ. അടുത്ത ദിവസം നമ്മളത് കംപ്ലീറ്റ് ചെയ്യും. കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ ചാപ്റ്റർ തുടങ്ങുകയും ചെയ്യും. അതായത് തുടങ്ങും ഞാൻ ഒരു ക്ലാസ് എവിടെയോ മിസ്സായിട്ടുണ്ട്, അല്ലെങ്കിൽ നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു. ഇത്രയും വരെ എമർജൻസി മോർച്ചറിയുടെ ആ കുഞ്ഞ് 2 പാരഗ്രാഫ് എടുത്തിട്ടുള്ളൂ. ഒരു കുഞ്ഞു പാരഗ്രാഫ് കൂടി ഉണ്ട്. ഇനി അതിനകത്ത് കുറച്ച് ഇതുപോലെ തന്നെ ചില ഡിസാസ്റ്ററിൽ ഉൾപ്പെടുത്തേണ്ട ചില പ്രത്യേക കാര്യങ്ങളാണ്. ട്രാഫിക് കൺട്രോൾ, അതുപോലെ തന്നെ വോളണ്ടിയേഴ്സ് വേണം, പബ്ലിക് റിലേഷൻസ്, PROs, അതായത് ആളുകളുമായിട്ടൊക്കെ കോൺടാക്ട് ചെയ്ത് പല ആളുകളെയും പല കാര്യങ്ങളും അറിയിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെയൊക്കെ ഉള്ളൂ. അത് പിന്നെ ആ നേരത്തെ പറഞ്ഞ കാര്യമൊക്കെ കൂടി സ്റ്റെപ്സ് ആയിട്ട് ഇങ്ങനെ ലാസ്റ്റത്തെ പേജിൽ കൊടുത്തേക്കണം. ദാറ്റ്സ് ഓൾ.
അപ്പൊ അത്രയും നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. അപ്പൊ അത്രയൊക്കെ എല്ലാവരും ഒന്ന് വായിച്ച് പഠിച്ചിട്ടൊക്കെ വരാം. ഓക്കെ ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ, സോ സീ യു. ഓക്കെ, താങ്ക് യു. ഓക്കെ.